നമസ്കാരം. ഇന്തോ അമേരിക്കൻ പ്രസ് ക്ലബ്ബ് പ്രഖ്യാപിച്ച 2023 എക്സലൻസ് ഇൻ മീഡിയ അവാർഡ് ഏറ്റുവാങ്ങി മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജിൻ സ്കറിയ. ഇന്തോ അമേരിക്കൻ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ അമേരിക്കയിലെ ഹൂസ്റ്റണിൽ നടന്ന പരിപാടിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ഫോർട്ട് ബെൻഡ് കൗണ്ടി ജഡ്ജ് KP ജോർജ്, സ്റ്റാഫോർഡ് സിറ്റി മേയർ കെൻ മാത്യു, ജഡ്ജ് ജൂലി മാത്യു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ തന്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും ഷാജിൻ സ്കറിയ ആളുകളുമായി പങ്കുവച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗം കാണാം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനിങ്ങനെ മുമ്പിലിരുന്നുകൊണ്ട് അറിയാതെ ചിന്തിച്ചു പോയി, ഇനി അഥവാ ഞാൻ മരിച്ചോ എന്ന്. സാധാരണഗതിക്ക് നമുക്കിങ്ങനെ സുലഭമായി അഭിനന്ദന വാക്കുകൾ കിട്ടുന്നത് മരിക്കുമ്പോഴാണ്. പക്ഷെ കേൾക്കാൻ ആർക്കും ഭാഗ്യം ഉണ്ടാവാറില്ല. ആ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചതായി ഒരു അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എന്തായാലും എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക്, അതും 2 അമേരിക്കൻ ജഡ്ജിമാരടക്കമുള്ളവർ പറഞ്ഞപ്പോൾ വല്ലാതെ സുഖം തോന്നി. അതുകൊണ്ട് ആദ്യം തന്നെ എന്നെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ എല്ലാവർക്കും നന്ദി. എത്ര നേരമാണ് ഞാൻ സംസാരിക്കേണ്ടതെന്നൊന്നും എനിക്കൊരു നിശ്ചയമില്ല. അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 8 മണിയൊക്കെ കഴിഞ്ഞാൽ വൈകിയെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നാൽ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്നോട് ആർക്കെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം, പ്രത്യേകിച്ച് വിമർശനാത്മകമായ ചോദ്യങ്ങൾ. ജിൻസ്മോൻ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വിമർശനാത്മകമായ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മാത്രമല്ല, അച്ഛൻ അറിയാതെ പറഞ്ഞു പോകുന്ന വാക്കുകൾ പലപ്പോഴും സൂക്ഷ്മാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടതാണെന്നൊക്കെ റോയി അച്ഛനും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയട്ടെ, നിങ്ങൾക്ക് അത്തരം ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാം. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവരോട് പോലും, അതായത് നമുക്ക് ഭർത്താവിന് ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടും പോലും ഒരുപാട് കാര്യങ്ങൾ യോജിക്കാൻ കഴിയാറില്ല. നമ്മൾ പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ പിന്നെ എന്നോട് എല്ലാവരും എല്ലാ കാര്യത്തിലും അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം കാര്യത്തിലും യോജിക്കണമെന്നൊരു വാശിയൊന്നും എനിക്കില്ല. കാരണം ഓരോ മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അവൻ്റേതായ പ്രത്യേകതകൾ കൊണ്ട്, അവൻ്റെ ജീന് കൊണ്ട്. ഇപ്പം പിണറായി വിജയൻ, അതാദ്യം പറയട്ടെ, എനിക്കൊരു ഇരുമ്പ് കസേര പോലും തന്നില്ല എന്ന വിഷമം എനിക്കുണ്ട്. നമ്മുടെ പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പലപ്പോഴും വേദികളിൽ പൊട്ടിത്തെറിക്കാറുണ്ട്. മൈക്കിനോട് പോലും വഴക്കുണ്ടാക്കുകയും കേസെടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. സത്യത്തിൽ അതൊക്കെ വിളിച്ച് അദ്ദേഹത്തെ പരിഹസിക്കുമ്പോഴും എനിക്ക് അദ്ദേഹത്തോട് സിമ്പതിയാണ്. ഓരോ മനുഷ്യൻ്റെയും ജീനിൽ ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ അവർക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ ചിന്തിക്കുന്നതും അവൻ പ്രവർത്തിക്കുന്നതും അവൻ സംവദിക്കുന്നതുമൊക്കെ എല്ലാവർക്കും യോജിക്കാൻ കഴിയണമെന്നില്ല. ഞാൻ കാണുന്നത് ഭൂരിപക്ഷം, ഒരു 60% കാര്യത്തിൽ എന്നോട് യോജിക്കുന്നവരുണ്ട് എന്നതിലാണ് ഞാൻ അഭിമാനിക്കുന്നത്. 60% ഞാൻ യോജിപ്പ് പ്രതീക്ഷിക്കുന്നുള്ളൂ. അങ്ങനെ 60%-ലധികം യോജിപ്പ് എന്നോടുള്ളത് കൊണ്ടാണ് അമേരിക്ക പോലൊരു രാജ്യത്തെ മലയാളികൾ, മറ്റൊരുപാട് രാജ്യങ്ങളെ മലയാളിൽ നിന്നും വ്യത്യാസമുള്ളൊരു രാജ്യമാണ് അമേരിക്ക. കാരണം അമേരിക്കൻ മലയാളികൾ, കാരണം മറ്റ് രാജ്യങ്ങളിലെ മലയാളികളൊക്കെ പല വഴികളിലൂടെ അവരുടെ ഉപജീവനത്തിന് വേണ്ടി എത്തപ്പെടുമ്പോൾ അമേരിക്കയിൽ എത്തപ്പെടുന്ന ഒരു പ്രിവിലേജാണ്. എല്ലാവർക്കും അങ്ങനെ എത്തപ്പെടാൻ കഴിയത്തില്ല. അങ്ങനെ എത്തപ്പെടുന്ന ഒരു പ്രിവിലേജാണ്. ഇതൊരു അവസരങ്ങളുടെ നാടാണ്. ഇവിടെ വന്നാൽ അധ്വാനിക്കാൻ മനസ്സുള്ളവർക്കൊക്കെ വലിയ തോതിൽ നല്ല നിലയിൽ ജീവിക്കാൻ പറ്റും. പലയിടത്തും അങ്ങനെയല്ല, മറ്റ് പല രാജ്യങ്ങളും അങ്ങനെയല്ല. അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിലും അധ്വാനം പ്രതാവിലാകുന്ന രാജ്യങ്ങളാണ് പലത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അധ്വാനിക്കാൻ മനസ്സുള്ളവന്, മടിയില്ലാത്തവന്, അത് വൈറ്റ് കോളർ ജോബ് എന്ന് പറഞ്ഞ് ഇരിക്കരുത്. ഇവിടെ സക്സസ് ആയിരിക്കുന്ന മനുഷ്യരിൽ ഭൂരിപക്ഷം പേരും അധ്വാനിച്ച് വളർന്നവരാണ്. അതിനുള്ള അവസരമുള്ളൊരു നാടാണ്. അങ്ങനെ സ്വന്തമായി ഒരു ഐഡൻറ്റിറ്റി നിലനിർത്തി നല്ല സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടാക്കി ഒരു കമ്മ്യൂണിറ്റിയായി ഡെവലപ്പ് ചെയ്യുമ്പോൾ പൊതുവെ ഇത്തരം കൂട്ടായ്മകളോട് മറ്റ് പല രാജ്യങ്ങളിലുമുള്ള, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ഒരു ആവേശം ഉണ്ടാവണമെന്നില്ല. അതിപ്പം മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെ എത്തിയാൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമുക്ക് ആ ഹാളിൽ ചെന്ന് കയറാൻ പറ്റും. പക്ഷെ അമേരിക്കയിൽ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം അത്തരം ഒരു രാജ്യത്ത് ഒരു പ്രഭാഷണം കേൾക്കാൻ വേണ്ടി ഇത്രയും അധികം ആളുകൾ എത്തി എന്ന് പറയുമ്പോൾ ചെറുതല്ലാത്ത ഒരു അഭിമാനം എനിക്കുണ്ട്. ചെറുതല്ലാത്തൊരു സന്തോഷം എനിക്കുണ്ട്.
ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയധികം ആളുകൾ എത്തുമെന്ന്. കാരണം എന്നോട് ഇവിടെ വന്നു പോയിട്ടുള്ള പലരും പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിൽ പോകുന്നതിൻ്റെ അകത്ത് കാര്യമൊന്നുമില്ല, പിന്നെ അമേരിക്കയിൽ പോകാവുന്നേ ഉള്ളൂ, കേൾക്കാനൊന്നും ആരും ഉണ്ടാവില്ല എന്ന് എന്നോട് പറഞ്ഞിരുന്നത്. ആ ഒരു മുൻവിധി മാറ്റി എഴുതിയതിന് ആദ്യം തന്നെ ഹൂസ്റ്റണിലെ മലയാളികളോട് ഞാൻ നന്ദി പറയുന്നു. രണ്ടാമത്, ഞാൻ ഈ വിദേശ രാജ്യങ്ങളിൽ ഓടി സന്ദർശിക്കണമെന്നും അവിടെ എല്ലാം പോയി പ്രസംഗിക്കണമെന്നും ആഗ്രഹിക്കുന്നൊരു വ്യക്തിയേ അല്ല. ഈ കഴിഞ്ഞ 3 കൊല്ലത്തിനിടയിലാണ് ഞാൻ എൻ്റെ നയം മാറിയത്. അതിനു മുമ്പ് എനിക്ക് പല സമ്മാനങ്ങളും അവാർഡുകളും കിട്ടുമ്പോൾ വേണ്ട എന്ന നിലപാടായിരുന്നു ഞാൻ എടുത്തിരുന്നത്. 2023 എനിക്കെതിരെ സർക്കാർ വേട്ടയാടുകയും നിരവധി കേസുകൾ എടുക്കുകയും ചെയ്ത് പല പ്രമുഖരുമായി കേസ് നടത്തിയപ്പോൾ ഈ പ്രമുഖരൊക്കെ കോടതിയിൽ അവരെക്കുറിച്ച് പറയുന്നതിൻ്റെ അകത്ത് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യും ഒരുപാട് അവാർഡ്. അത് കൊള്ളാമല്ലോ. വലിയ സമ്പന്നനായ ഒരു മുതലാളി എനിക്കെതിരെ കേസ് കൊടുത്തപ്പം ആ കേസിൽ എണ്ണി അദ്ദേഹത്തിന് കിട്ടിയ അവാർഡൊക്കെ ഞാൻ ആദ്യം കേൾക്കും, ഇത് അത്ര അവാർഡൊക്കെ ഉണ്ടോന്നുള്ള കാര്യം. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, കോടതിയിൽ കേസ് വാദിക്കുമ്പോൾ ഈ അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഗുണം ചെയ്യുമെന്ന്. അതുകൊണ്ട് ഞാൻ അന്നു മുതലാണ് 2023 കേസ് വരാൻ തുടങ്ങിയപ്പോൾ മുതലാണ് ഞാൻ ഈ അവാർഡ് സ്വീകരിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് ഞാൻ അവാർഡ് വേണ്ടെന്ന് പറയായിരുന്നു. പക്ഷെ ഇപ്പോൾ ആരും അവാർഡ് തരുന്നുമില്ല. നേരത്തെ ഒരുപാട് പേര് വിളിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എന്നിട്ടും അമേരിക്കയിൽ വരണമെന്ന് എനിക്കൊരു വാശിയുണ്ടായിരുന്നു. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ലോകത്തിൻ്റെ നാനാഭാഗത്തും എന്നെ കേൾക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിലും അമേരിക്കൻ മലയാളികളോട് ഒരു സവിശേഷത, മറ്റു മലയാളികളിൽ നിന്ന് വ്യത്യസ്തമായൊരു സവിശേഷത ഞാൻ കണ്ടത്, ഇവിടെ ഒരു 2 പതിറ്റാണ്ടിലധികമെങ്കിലും നീണ്ട പ്രവാസ ജീവിതം ഉള്ളവരാണ് ഇവിടെയുള്ള മലയാളി. ഏറ്റവും കുറഞ്ഞത് എനിക്ക് തോന്നുന്നു കുറഞ്ഞത് 2 പതിറ്റാണ്ടെങ്കിലുള്ള മലയാളികളാണ്. അപ്പം ഇവിടെയുള്ള മലയാളികൾക്ക് പതിയെ വായിക്കാനുള്ള താല്പര്യവും വായിക്കാനുള്ള അറിവും കുറഞ്ഞു വരുന്നുണ്ട്. പലരും വായിക്കുന്നില്ല. അതുകൊണ്ട് മലയാളം ഇവരുടെ 2ാം തലമുറയിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1ാം തലമുറ, അതായത് ഇവിടെ ഇരിക്കുന്ന മലയാളികൾക്ക് പോലും വീട്ടിൽ സംഭാഷണം ഇംഗ്ലീഷിലേക്ക് മാറിയ ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് എൻ്റെ സ്വരം കടന്നു വരുന്നതും വായിക്കാൻ താല്പര്യമില്ലെങ്കിലും കേൾക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് എൻ്റെ വീഡിയോകൾ കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നു. അങ്ങനെ മറ്റ് രാജ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി വളരെ അഡമൻ്റായിട്ടുള്ള ഒരിഷ്ടം എല്ലായിടത്തും താല്പര്യമുള്ളവരുണ്ടെങ്കിലും എൻ്റെ വിഷയങ്ങളോട്, ഞാൻ അവതരിപ്പിക്കുന്ന വിഷയങ്ങളോട് അമേരിക്കൻ മലയാളി കമ്മ്യൂണിറ്റിക്ക് കൂടുതലായി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. പലയിടങ്ങളിലും വെച്ച് ഞാൻ അമേരിക്കൻ മലയാളികളെ കാണുമ്പോൾ അവർ കാണിക്കുന്ന ഒരു വാത്സല്യവും ഒരു ഇഷ്ടവും, എല്ലായിടത്തും എന്നെ കാണുമ്പോൾ ഒരു നിരന്തരം കേൾക്കുന്ന ശബ്ദം എന്ന നിലയിൽ ഇഷ്ടം പലരും കാണിക്കാറുണ്ടെങ്കിലും വളരെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു അടുപ്പത്തോടുകൂടി അമേരിക്കൻ മലയാളികൾ എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ അമേരിക്കയിലേക്ക് പോകുന്നത് വിസയുടെ പ്രശ്നം, കോടതി കേസ്, ട്രംപ്, ഇങ്ങനെ ഒത്തിരി വിഷയങ്ങളുള്ളത് കൊണ്ട് വലിയ പ്രയാസമാണ് എന്നൊരു തോന്നൽ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചലഞ്ചസ് ഏറ്റെടുക്കുന്നത്. അമേരിക്കയിൽ പോകുന്ന പ്രയാസമാണ്, എന്നാ പോയേക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു. അതിൻ്റെ ഒരു പ്രചോദനം വാസ്തവത്തിൽ ബ്ലസ്സൻ എന്ന ഈ ജോൺ പൗവത്തിക്കുന്നേൽ എന്ന സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ആളാണ്. 2023 എന്നെ വേട്ടയാടാൻ സർക്കാർ തീരുമാനിക്കുന്നു. സർക്കാരിന് പണ്ട് എന്നോട് ഇഷ്ടമില്ല, പണ്ടും എനിക്കെതിരെ കേസെടുക്കാറുണ്ട്. ഈ കേസുകളൊക്കെ നിയമപരമായ കേസുകളാണ്. ഡിഫേമേഷൻ കേസ് എനിക്കെതിരെ ആര് കൊടുക്കുന്നതിലും എനിക്ക് വിരോധമില്ല. ഡിഫേമേഷൻ ക്രിമിനൽ കേസ് കൊടുക്കാം, സിവിൽ കേസും കൊടുക്കാം. കാരണം ഒരാൾക്ക് അയാളുടെ മാനം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ, അത് ഏത് കള്ളനാണെങ്കിലും, എനിക്കെതിരെ വളരെ പ്രസിദ്ധനായ ഒരു ഗുണ്ട മാനം പോയെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തു നോക്കും, ഇയാൾക്ക് 3 തവണ കാപ്പ ചുമത്തിയിട്ടുണ്ട്. അപ്പം ആ കേസ് വരാൻ പോകുന്നുള്ളൂ. അപ്പോൾ ആ കേസിൻ്റെ ഏറ്റവും രസകരമായിരിക്കും. കാരണം ഈ ഡിഫമേഷൻ കേസിൽ ആദ്യം വേണ്ടത് മാനമുണ്ടെന്ന് തെളിയിക്കണം. എന്നാൽ മാത്രമേ മാനനഷ്ടം തെളിയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വക്കീൽ പറഞ്ഞു, ഞാനിത് കാത്തിരിക്കുവാണ്, ഇതിൻ്റെ ട്രയൽ, ഇദ്ദേഹത്തിൻ്റെ മാനമൊന്ന് ഇദ്ദേഹം തെളിയിച്ച് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറയാം. അതുകൊണ്ട് എന്നെ ഡിഫേമേഷൻ കേസ് കൊടുക്കുന്ന എനിക്ക് പരാതിയില്ല. എന്നാൽ പോലീസ് എനിക്കെതിരെ കേസ് എടുക്കാതിരിക്കുക എന്ന ഉത്തരവാദിത്വത്തോടെയാണ് ഞാൻ എൻ്റെ വാർത്ത അവതരിപ്പിക്കുന്നത്. കാരണം ഞാൻ ഈ സർക്കാരുമായുള്ള യുദ്ധം വഷളായി തുടങ്ങിയപ്പോൾ തന്നെ പോയി ലോ പഠിച്ച് കൃത്യമായി ലോ പ്രാക്ടീസ് ചെയ്ത് എന്താണ് ക്രൈം, എന്താണ് ഭരണഘടനയുടെ 19(1) നൽകുന്ന അധികാരമെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഞാൻ അവതരിപ്പിക്കാൻ തുടങ്ങിയത്. പക്ഷെ 2023 എന്നെ വേട്ടയാടാൻ സർക്കാർ തീരുമാനിക്കുന്നു.
ആ തീരുമാനത്തിന് അമേരിക്ക ഒരു ബന്ധമുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി അമേരിക്കയ്ക്ക് വന്ന ഒരു സമയമുണ്ട് 2023 ഏതാണ്ട് ചികിത്സയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അന്നാം തോന്നുന്നു ഇരുമ്പ് കസേര കൊടുത്തത്. ഏതാണ്ട് 20-22 ദിവസം അദ്ദേഹം അമേരിക്കയ്ക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ എന്നെ ജയിലിൽ അടച്ചേക്കൂ എന്ന് ഉത്തരവിട്ടിട്ട് പോയി. അതിനൊരു ഗൂഢാലോചന നടന്നു. ആ ഗൂഢാലോചന ഭാഗ്യവശാൽ, ഒരുപക്ഷെ സത്യം പറഞ്ഞ് ഇപ്പം എന്നെ കേൾക്കാൻ ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ പോകുന്നതിന് പോലീസിൻ്റെ ഉള്ളിലും സത്യമാണ് പറയുന്നത് എന്ന് ബോധ്യമുള്ളതുകൊണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുള്ളതുകൊണ്ട് ആ ഗൂഢാലോചന ഞാൻ അറിയുന്നു. അപ്പോൾ ഒരുപാട് കേസുകൾ പലതും എടുത്തിട്ടുണ്ട്. ഇതിനിടയിലാണ് ജാമ്യം നിഷേധിക്കാൻ ഉറപ്പുള്ള ഒരു കേസെടുക്കാൻ ഗൂഢാലോചന നടത്തുന്നു. 2023 കാര്യം ഞാൻ പറയുന്നു. അങ്ങനെയാണ് SC/ST അട്രോസിറ്റി ആക്ട് അനുസരിച്ച് ഒരു കേസെടുക്കാൻ തീരുമാനിക്കുന്നു. SC/ST അട്രോസിറ്റി ആക്ട് എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരെ ജാതി പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുന്നത്. എനിക്ക് ഒരു മനുഷ്യനെയും എത്ര ശത്രുതയുണ്ടെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടെയോ പേരിൽ അധിക്ഷേപിക്കാനോ പരിഹസിക്കാനോ സാധ്യമല്ല. അങ്ങനെ പരിഹസിക്കാൻ കഴിയുന്ന ആളായിരുന്നെങ്കിൽ എനിക്കെങ്ങനെ ഒരു മാധ്യമ പ്രവർത്തനം നടത്താൻ കഴിയുമായിരുന്നില്ല. എന്നാൽ നമ്മുടെ ഒരു ഇടത് MLA, അദ്ദേഹം ഒരു ഗുണ്ടാത്തലവനെ പോലെ പ്രവർത്തിക്കുന്നു. ഷൈനിക് ചേച്ചിക്കും വിൽസനൊക്കെ അറിയാം, എറണാകുളത്തെ കലൂർ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ പ്രാക്ടീസ് നടക്കുന്നു, കേരള ബ്ലാസ്റ്റേഴ്സ്. അവിടെ കുറെ കുട്ടികൾ പരിശീലിക്കുന്ന ആ സമയത്ത് അവർ പരിശീലനത്തിന് വേണ്ടി കുട്ടികൾ അവിടെ ഒന്ന് ക്യൂ നിൽക്കുക. വലിയ ക്യാമ്പാണ്, സെലക്ഷൻ ക്യാമ്പാണ്. പക്ഷേ ഈ കലൂർ സ്റ്റേഡിയം അടച്ചിട്ടു. കലൂർ സ്റ്റേഡിയം തുറക്കുന്നതിൽ കുട്ടികൾ വെയിൽ കൊണ്ട് നിൽക്കുകയാണ്. എന്താ കാര്യം? എറണാകുളത്തെ സ്പോർട്സ് കൗൺസിലിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ MLA, ഞാൻ പേര് പറയുന്നില്ല കാരണം എനിക്ക് എല്ലാ കേസിലും ജാമ്യമുണ്ട്. ജാമ്യത്തിലെ കണ്ടീഷനൊക്കെ ഏതൊക്കെയാണെന്ന് ഓർക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഞാൻ പ്രത്യേക അനുമതി മേടിച്ചാണ് വന്നത്. കോടതിയിൽ നിന്ന് അനുമതിയൊക്കെ കിട്ടണം. അതിലൊരു കണ്ടീഷൻ, അവിടെ പോയി ആർക്കും അഭിമുഖം കൊടുക്കരുതെന്ന്. പിന്നെ എന്നെ ആരോടും അഭിമുഖം ചോദിച്ചു, കൊടുക്കരുതെന്നാ. മാത്രമല്ല ഏത് ജാമ്യ കേസിലാണോ എനിക്കിപ്പോൾ അനുമതി നൽകി വിട്ടത് ആ കേസിനെ കുറിച്ച് പറയരുതെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അഥവാ എൻ്റെ നാവ് പിഴച്ചു പോയാൽ എൻ്റെ ജാമ്യം റദ്ദ് ചെയ്യപ്പെടും. ഒരുപാട് ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണ്. അപ്പൊ ഈ MLA, ഇടതുപക്ഷക്കാരനായ MLA സ്പോർട്സ് കൗൺസിലിന്റെ ജില്ലാ പ്രസിഡന്റാണ്. ഇദ്ദേഹം സ്പോർട്സ് കൗൺസിലിന്റെ അനുമതി വാങ്ങിയില്ലെന്നോ മറ്റോ പറഞ്ഞു, അല്ലെങ്കിൽ ഫീസ് അടച്ചെന്നോ മറ്റോ പറഞ്ഞു തുറന്നു കൊടുക്കുന്നില്ല. കുട്ടികൾ വെയിൽ കൊണ്ട് നിൽക്കുവാണ്. പിന്നെ ആരാണ്ടെല്ലാം കൂടെ കൂടി ബഹളം വെച്ച് അതിക്രമിച്ച് കയറി. ഞാൻ അതിനെ പ്രതികരിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തു. ഞാൻ പറഞ്ഞു, MLAയുടെ പേര് പറഞ്ഞിട്ടൊന്ന്, ഇയാൾ മാഫിയ തലവനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഈ MLAയെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങളുണ്ട്, തെളിവുകളുള്ള ആരോപണങ്ങളുണ്ട്, പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട്. ഞാൻ അതൊക്കെ മെൻഷൻ ചെയ്തു പോയി. പെട്ടെന്ന് ഇവർക്ക് കുരുപൊട്ടി. കാരണം ഈ MLA SC/ST അട്രോസിറ്റി ആക്ടിൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ആ സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ ഈ MLA കൊണ്ട് പരാതിപ്പെട്ടാൽ ബെയിൽ ബാറാണ് ഈ SC/ST അട്രോസിറ്റിയും പോക്സോ കേസും. ബാക്കി എല്ലാ കേസും നമുക്ക് പിടിച്ചു നിൽക്കാം. നമ്മുടെ മേലൊരു പോക്സോ കേസോ കുട്ടികളെ പീഡിപ്പിക്കുന്ന കേസോ SC/ST അട്രോസിറ്റി ആക്ടോ വന്നാൽ പിന്നെ ജാമ്യമില്ല. സെഷൻസ് കോടതിക്ക് ജാമ്യം കൊടുക്കാൻ പറ്റില്ല. ഹൈക്കോടതിയാണ് ജാമ്യം കൊടുക്കുന്നത്. വേണമെങ്കിൽ കൊടുക്കാം, പക്ഷേ റിസ്ക് എടുക്കാറില്ല. ഇതെന്റെ മേൽ ചുമത്താൻ അവർ തീരുമാനിക്കുന്നു. ഈ വിവരം അറിയുന്നു. ഇതാണ് ഗൂഢാലോചന എന്ന് പോലീസിൽ തന്നെയുള്ള ആളുകൾ എന്നെ അറിയിക്കുന്നു. ഞാൻ സ്ഥലം കാലിയാക്കുന്നു. കാരണം എൻ്റെ ഫോൺ ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഒരുപാട് നിയമമുണ്ട്. ഒരാളുടെ ഫോൺ ട്രാക്ക് ചെയ്യാനൊക്കെ ഒരുപാട് ഗവൺമെൻറ് ഓർഡർ ഇറക്കണം. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനൊന്നുമില്ല. ഈ സമയത്ത് എൻ്റെ ഫോൺ ട്രാക്ക് ചെയ്യാൻ തന്നെ ഒരു ഓഫീസൊക്കെ തുടങ്ങിയിരുന്നു. ആരൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട്, ആരൊക്കെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട്. എൻ്റെ ഫോൺ ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്ന വിവരം പോലീസ് എന്നോട് പറയുമ്പോൾ തന്നെ ഞാൻ കേരളം വിട്ടു. പക്ഷെ ഇവരെൻ്റെ ജാമ്യം നിഷേധിച്ചിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ കാത്തിരുന്നത് കൊണ്ടാണ്. അന്ന് എല്ലാവരും ചോദിച്ചില്ലേ പിടിയിലാവുമോ എന്നൊക്കെ ആശങ്കപ്പെട്ട് പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നെ ഒരാൾ പറഞ്ഞു, ചങ്ങനാശ്ശേരിയിലുള്ളൊരു പാട്രീഷ്യ എന്ന് പറയുന്ന സിസ്റ്റർ, 92 വയസ്സായി, അമ്മയൊന്ന് പോയി കാണണം, അന്നും പോലെ എന്നെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. എവിടെ ചെന്നാലും ഞാൻ തിരിച്ച് കേസെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒരു ആറ്റുകാലമ്മയ്ക്ക് നേർച്ച, എല്ലായിടത്തും പള്ളികളിലും അമ്പലങ്ങളിലും മോസ്കിലും വരെ എനിക്ക് വേണ്ടി നേർച്ചയുണ്ട്. അപ്പോൾ പലതും എന്നോട് പറഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ ആറ്റുകാലിൽ ചെന്നപ്പോൾ എന്നോട് അവിടുത്തെ പൂജാരി പറഞ്ഞത്, നാളും പേരും ഒക്കെ ഞങ്ങൾക്ക് നല്ല നിശ്ചയമാണ്. കാരണം ഒരുപാട് പേര് വന്ന് വഴിപാട് അർപ്പിച്ചിരുന്നു. അപ്പം ഞാൻ ഈ വിവരം, അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അന്നങ്ങനെ ഞാൻ നാട് വിട്ടു. ഞാൻ അടുത്തൊരു സംസ്ഥാനത്ത് പോയി കാത്തിരുന്നു. എന്താ സംഭവിക്കുന്നത്? ജില്ലാ കോടതി ജാമ്യം നിഷേധിച്ചു. പ്രതീക്ഷിച്ചിരുന്നു
ഞാൻ അടുത്ത സംസ്ഥാനങ്ങൾ മാറി മാറിപ്പോയി, പല സംസ്ഥാനങ്ങൾ കടന്നുപോയി, ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു. ഓർക്കണം, മതം പറഞ്ഞിട്ടില്ല, ജാതി പറഞ്ഞിട്ടില്ല, എനിക്കെതിരെ ചുമത്താൻ പറ്റുന്ന ഡിഫമേഷൻ കേസ് മാത്രമാണ്. ഏതാണ്ട് 2-2.5 മാസം എനിക്ക് മാറി നിൽക്കേണ്ടി വന്നു. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പോരാളിയാണെന്ന് ഞാൻ ഈ സമയത്തും വീഡിയോ ചെയ്തു. അവിടെയാണ് പോലീസ് വെള്ളം കുടിച്ചു പോയത്. എൻ്റെ IP അഡ്രസ്സ് പരിശോധിക്കുന്നു, വീട്ടിൽ കയറുന്നു, സകല ബന്ധുക്കളുടെ വീട്ടിൽ കയറുന്നു, സകല ജീവനക്കാരുടെ വീട്ടിൽ കയറുന്നു, കമ്പ്യൂട്ടർ മുഴുവൻ പിടിച്ചോണ്ട് പോവുകയാണ്. പക്ഷെ ഇതൊക്കെ സംഭവിക്കുന്ന അപ്പം തലേദിവസം നമ്മളോട് പറയും, നാളെ നിങ്ങളുടെ ഓഫീസിൽ കമ്പ്യൂട്ടർ നടത്തും, നാളെ നിന്റെ ബാങ്ക് അക്കൗണ്ട് റീൽ ചെയ്യും, മരവിപ്പിക്കും. ഇതൊക്കെ പറയുന്നൊരു കാലമുണ്ട്. അതിന് നമ്മൾ സമാന്തര വഴികൾ സംഭവിച്ചുകൊണ്ടിരുന്നു. എൻ്റെ വീഡിയോ തടയാൻ ഇവർക്ക് കഴിഞ്ഞില്ല. എനിവേ, നീണ്ട 2.5 മാസത്തിന് ശേഷം സുപ്രീം കോടതി ജാമ്യം നൽകിയെന്ന് മാത്രമല്ല, സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. SC/ST അട്രോസിറ്റി ആക്ട് ഇങ്ങനെ ദുരുപയോഗിക്കാൻ പാടില്ല. ഇനി ആർക്കെങ്കിലും എതിരെ SC/ST അട്രോസിറ്റി ആക്ട് എടുക്കണമെങ്കിൽ എന്തൊക്കെ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് സുപ്രീം കോടതി 1, 2, 3, 4 എന്ന് എഴുതി. DK ബാസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് മറ്റൊരു കേസുണ്ട്. ആ കേസാണ് നമ്മുടെ രാജ്യത്തെ അറസ്റ്റിന് മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയത്. അതായത് ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ DK ബാസുവിന്റെ കേസ് വന്നതോടുകൂടി പോലീസിന് നിർദ്ദേശങ്ങൾ കൊടുത്തു. 24 മണിക്കൂറിനകം ഒരാളെ പോലീസ് സ്റ്റേഷൻ കോടതി കൊണ്ട് ഹാജരാക്കണം. അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം. അതുപോലെ ഒരുപാട് കാര്യം, മെഡിക്കൽ പരിശോധന. ഇത്തരത്തിൽ ഈ DK ബാസു കേസിൽ കൊടുത്തതുപോലെ ഷാജൻ സ്കറിയ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിൽ SC/ST അട്രോസിറ്റി ആക്ട് എങ്ങനെയാണ് കേസെടുക്കേണ്ടതെന്നും അറസ്റ്റ് ചെയ്യേണ്ടതെന്നും സുപ്രീം കോടതി മാർഗനിർദ്ദേശം കൊടുത്തു. ഇപ്പോഴും രാജ്യത്തെ എല്ലാ കോടതികളിലും, സാധാരണ മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ നടക്കുന്ന എല്ലാ കോടതികളിലും SC/ST അട്രോസിറ്റി ആക്ട് അനുസരിച്ച് ഒരു കേസ് വന്നാൽ അതിൽ റെഫർ ചെയ്യുന്ന പേര് ഷാജൻ സ്കറിയ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ളതാണ്. ഞാൻ ഇതിനെ കാണുന്നത് എൻ്റെ ജീവിതത്തിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ദൈവത്തിൻ്റെ, പ്രകൃതിയുടെ, സമൂഹത്തിൻ്റെ നിയോഗമെന്ന് വിശ്വസിക്കുന്ന ആളെന്ന നിലയിൽ ഞാൻ കാണുന്നത്, ഈ കേസിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ച് ജയിലിൽ കിടന്നിട്ടുള്ള ആയിരക്കണക്കിന് മനുഷ്യരെ രക്ഷിക്കാൻ എന്നെ ഏൽപ്പിച്ചൊരു ദൗത്യമായിരുന്നു ഈ സഹനമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൻ്റെ ഫലമുണ്ടായി. അനേകം മനുഷ്യർക്ക് ഇപ്പോൾ ഈ കേസ് വന്നാൽ, സുപ്രീം കോടതിയുടെ ഈ കേസ് സൈറ്റ് ചെയ്ത് കൊടുത്താൽ താഴത്തെ കോടതിക്ക് തന്നെ ജാമ്യം കൊടുക്കേണ്ട സാഹചര്യമായി പതിയെ പതിയെ SC/ST അട്രോസിറ്റി ആക്ട് ദുരുപയോഗിക്കുന്ന കാലം ഇല്ലാതാവുകയാണ്. ഇത്തരത്തിൽ ചരിത്രപരമായ ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും നിയോഗമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ, ഞാൻ ആ ഒരു കേസിന്റെ കഥ മാത്രം പറഞ്ഞു, അതുകൊണ്ടൊന്നും തീർന്നില്ല. എനിക്ക് ആ കേസിന് സുപ്രീം കോടതി ജാമ്യം കിട്ടി, ഞാൻ ഞെളിഞ്ഞ് തിരിച്ചു വരികയാണ്. അപ്പം ഞങ്ങൾക്കൊരു നല്ല നെറ്റ്വർക്ക് ഉണ്ട്. എൻ്റെ സഹോദരൻ ഒരു കത്തോലിക്ക വൈദികനാണ്, ഡെയർ ഡബിളാണ്. അദ്ദേഹത്തിൻ്റെ സഹായം എൻ്റെ ഓഫീസിൽ, ശക്തമായ ഒരു ഓഫീസ് സംവിധാനം എനിക്കുണ്ട്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ മഞ്ജു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവളാണ് ഈ സ്ഥാപനത്തിൻ്റെ ഈ നിയമപരമായ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത്. ഇങ്ങനെ വലിയൊരു ടീം ഞങ്ങൾക്കുണ്ട്. അപ്പം ഞാൻ തിരിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ ഞെളിഞ്ഞ് വരണ്ട, വെയിറ്റ് ചെയ്യൂ, നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ വന്ന് 2 ദിവസം താമസിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്കെതിരെ പിന്നെയും നിരവധി കേസുകൾ എടുത്തിരിക്കുന്നു. ഈ കേസ് ചീറ്റിപ്പോയപ്പം പോലീസിന് കേസെടുക്കാനാണോ പാട്? അന്നു മുതൽ എനിക്കെതിരെ പോലീസ് ഇങ്ങനെ കേസെടുത്തോണ്ടിരിക്കുക. അപ്പം പിന്നെ ഞാൻ തിരിച്ചുപോയി. കേസുകളിലെല്ലാം ഈ ഒരു കേസിൽ സുപ്രീം കോടതി ജാമ്യം കിട്ടിയതോടുകൂടി പിന്നെ കേസുകളെല്ലാം താഴത്തെ കോടതി ജാമ്യം തരാൻ തുടങ്ങി. എല്ലാ കേസുകളും. കാരണം നമ്മൾ സുപ്രീം കോടതി വരെ പോകും, ഫൈറ്റ് ചെയ്ത് ജയിക്കുമെന്ന് ബോധ്യമുണ്ടായതോടെ പക വീട്ടാൻ താല്പര്യമുള്ളവർക്ക് ഒതുക്കും. പക്ഷെ സർക്കാരിനെ അത് ബാധകമല്ല. നിരവധി കേസുകൾ, തുടർച്ചയായി നിരവധി കേസുകൾ ഉണ്ടാവുന്നു. എല്ലാ കേസുകളും ജാമ്യം എടുക്കുന്നു. പലതവണ, ആ കേസ് മാത്രമാണ് പലരും അറിഞ്ഞിട്ടുള്ളത്, പലതവണ എനിക്ക് ഒളിവിൽ പോകേണ്ടി വരുന്നു. അല്ല, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കേസെടുക്കുന്നു, പോലീസിൽ സംവിധാനങ്ങളോട് അറിയുന്നു, പോലീസ് അറസ്റ്റ് ചെയ്യാൻ നീക്കം നടത്തുന്നതിന് മുമ്പ് തന്നെ നാടുവിടുന്നു. ജാമ്യം എടുത്തതിന് ശേഷം മാത്രം തിരിച്ചു വരുന്നു. ഞാൻ ഈ മാറി നിൽക്കുമ്പോഴും വീഡിയോ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന കാര്യം ആരും അറിയുന്നില്ല. പക്ഷേ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ റൊട്ടീൻ ജീവിത രീതിയിൽ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്ത് പോയി
അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ സാഹചര്യത്തോടൊക്കെ പൊരുത്തപ്പെട്ട് മെസ്സേജ് ആരെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, മൊബൈൽ ഫോൺ ഉണ്ടാവത്തില്ല. ഒന്നാമത് എനിക്ക് ഒരു ദിവസം 1000-1500 വാട്സാപ്പ് വരും. ഞാൻ ഈ പരമാവധി ഫോൺ എടുക്കാറില്ല, പക്ഷെ വാട്സാപ്പിൽ പരമാവധി മറുപടി പറയാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ഈ ഞാൻ 2 ആഴ്ച ഫോൺ ഉപയോഗിച്ചില്ലേ സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കി, എത്ര വാട്സാപ്പ് സന്ദേശമായിരിക്കും കെട്ടിക്കിടക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി, എല്ലാം ക്ലിയർ ആക്കി ഞാൻ വരുന്നു. എത്രയോ അനുഭവം, ഞാൻ കേസുകൾ വിശദാംശം കിടക്കുന്നില്ല. ഏകദേശമൊക്കെ തിരിച്ച് ഞാൻ ഓഫീസിൽ വന്നിരിക്കുമ്പോൾ മെഡിക്കൽ കോളേജ് പോലീസിൽ നിന്നും SHO എന്നെ കാണാൻ വരുന്നു. ഒരു നോട്ടീസ് കൊണ്ടു തരുന്നു, നിങ്ങൾക്കെതിരെ ഒരു കേസുണ്ട്, പോലീസ് സ്റ്റേഷനിൽ 3-ാം ദിവസം ഹാജരാവണം. ഞാനതെടുത്ത് നോക്കി, ലോ ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഇപ്പം നല്ല വശമായി. വക്കീലിനേക്കാൾ നമുക്ക് കേസിനെ കുറിച്ച് പരിചയം, ഇഷ്ടംപോലെ കേസായല്ലോ. അപ്പം ഞാൻ നോക്കി, ജാമ്യമുള്ള വകുപ്പ്, ബെയിലബിൾ ഒഫൻസ് ആണ്. മോദി കേരളത്തിലെത്തിയപ്പോൾ അന്ന് വഴി തെറ്റിയിരുന്നു ഒരിക്കൽ. പോലീസ് മോദിയെ കൊണ്ട് പോയ വഴിക്ക് വഴി തെറ്റിപ്പോയി. അപ്പം ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തതാണ് പ്രശ്നം. പോലീസിനെതിരെ ജനങ്ങളെ തിരിക്കാൻ വേണ്ടി, അങ്ങനെ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വാർത്ത ചെയ്തു എന്ന പേരിൽ ഒരു കേസാണ്, പക്ഷെ ബെയിലബിൾ ഒഫൻസാണ്. ഞാൻ പോകാം എന്ന് തീരുമാനിക്കുന്നു. ഒരു 3 മണിക്ക് ചെല്ലാൻ പറയുന്നു. എൻ്റെ തിരുവനന്തപുരത്തെ വക്കീലില്ല, കൊല്ലത്തെ വക്കീലിനോട് വരാൻ പറയുന്നു. 2 മണിയായപ്പോൾ എനിക്ക് ഇൻഫർമേഷൻ, പോവരുതേ, ഇതൊരു കെണിയാണ്. ഈ ബെയിലബിൾ ഒഫൻസ് ഇട്ടിട്ട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ചെന്ന് കഴിയുമ്പോൾ എനിക്കെതിരെ സൈബർ ആക്ട് അനുസരിച്ച് സൈബർ ടെററിസം, അതായത് ഓർക്കണം, സൈബർ ടെററിസം എന്ന ജീവപര്യന്തം ലൈഫ് സെന്റൻസ് കിട്ടാവുന്ന ഒരു കുറ്റകൃത്യം ചുമത്തിക്കൊണ്ട് FIR ഇട്ടിട്ട് രഹസ്യമാക്കി വെച്ചിരിക്കുന്നു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ കേസിൽ എൻ്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിയുമ്പോൾ ആ FIR-മായി സൈബർ പോലീസ് വന്ന് എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നു. 4 മണിക്കാണ് ചെല്ലേണ്ടത്, 3 മണിക്കാണ് ഈ വിവരം കിട്ടുന്നത്. എൻ്റെ എല്ലാ സംവിധാനവും ഉണരുന്നു. വെളിച്ചെന്ന് നോക്കുമ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാർ ഓഫീസിൻ്റെ പരിസരത്തുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാർ ഇവിടെ എന്തിനാണെന്നറിയോ? നീക്കങ്ങൾ നോക്കാൻ. എന്നിട്ടും ഈ 1 മണിക്കൂറിൽ നാടകീയമായ നീക്കങ്ങൾ നടത്തി പോലീസിനെ വെട്ടിച്ച് എനിക്ക് തിരുവനന്തപുരം വിടാൻ പറ്റി. അതിലും എനിക്ക് ജാമ്യം കിട്ടി. ഇത്തരത്തിൽ എത്രയോ കേസ്, ഇതെല്ലാം കഴിഞ്ഞ് 3 കേസുകൾ തുടർച്ചയായിട്ട് കിട്ടുന്ന ഒരു കാലഘട്ടം ഞാൻ മാറി നിൽക്കുന്നു. 2 കേസുകൾ ജാമ്യം കിട്ടി. 3-ാമത്തെ കേസിലെ കോടതി ഈ ജാമ്യാപേക്ഷ മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ് പല കാരണങ്ങളാൽ. പ്രോസിക്യൂഷൻ എതിർക്കുന്നത് കൊണ്ടാണ്. പ്രോസിക്യൂഷൻ എന്തെങ്കിലും ടെക്നിക്കൽ കാര്യം പറയും. ഇതിനിടയിൽ 2-ാമത്തെ കേസിലെ ജാമ്യം എനിക്ക് അനുവദിക്കുന്നത് ഹൈക്കോടതിയാണ് ജാമ്യം തരുന്നത്. ഹൈക്കോടതി നൽകിയ ജാമ്യം എന്ന് പറഞ്ഞാൽ സൂപ്പർ ജാമ്യം. എന്നെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആ ജാമ്യം കിട്ടിയെന്ന് പോലും എനിക്ക് തോന്നി. കാരണം അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, എനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഈ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി, മതസ്പർദ്ധ നടത്താൻ വേണ്ടി വീഡിയോ ചെയ്തെന്നാണ്. പക്ഷേ ഈ ജാമ്യത്തിൽ ഹൈക്കോടതി ജഡ്ജി പറയുന്നു, ഞാൻ ആ വീഡിയോ മുഴുവൻ കേട്ടു, ഈ വീഡിയോ ചെയ്ത വ്യക്തിയുടെ ഉയർന്ന മതേതര ബോധം എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് വരെ എഴുതി വെച്ചു. അതിൻ്റെ അകത്ത് ഓർക്കണം, മതഭിന്നത ഉണ്ടാക്കാനുള്ള കേസിൻ്റെ അകത്ത് ജഡ്ജി എഴുതിയിരിക്കുക എന്തൊരു നല്ല വീഡിയോ ആണ്, ഇങ്ങനെയുള്ള മതേതര ബോധമുള്ളവർ വേണമെന്ന് എഴുതി വെച്ചു. പക്ഷേ ജഡ്ജി 3-ാം ദിവസം നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിട്ടിട്ട് 1 മണിക്കൂറിനകം എന്നെ വിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വെച്ചോണ്ടിരിക്കരുത്, 10-നും 11-നും ഇടയിൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുക, ഒപ്പിട്ടിട്ട് ജാമ്യം കൊടുത്തു വിടുക എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ചെല്ലാൻ പറ്റത്തില്ല. 3-ാമത്തെ കേസിലെ ജാമ്യം കിട്ടിയിട്ടില്ല. 3-ാമത്തെ കേസിലെ ജാമ്യം കിട്ടാതെ ഞാൻ ഈ പറയുന്ന ഒപ്പിടാൻ ചെന്നാൽ ആ കേസിലെ പോലീസ് ഒന്ന് എന്നെ പിടിച്ചോണ്ട് പോകും. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അന്നാണ്. 11 മണിക്ക് കേസെടുക്കൂ. ഞാൻ ഒരപേക്ഷ കൊടുത്തു കോടതിയിലിട്ട്, എൻ്റെ വക്കീല് ഒന്ന് ഒഴിവാക്കി തരണം. പക്ഷേ കോടതിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്നെ സഹായിക്കാൻ വേണ്ടി ഇത്രയും നല്ലൊരു ജഡ്ജ്മെന്റ് കൊടുത്തിട്ടും പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇവന് അഹങ്കാരിയാന്ന് തോന്നുന്നത് സ്വാഭാവികമല്ലേ. പോയേ പറ്റൂ എന്ന് പറയുന്നു. കോടതി ബഹളം വെക്കുന്നു. ഞാൻ ചെല്ലുകയാണ്, നിവൃത്തി കെട്ടി ചെല്ലുകയാണ്. അപ്പം ഞാൻ ആദ്യം വരുന്നിടത്തുനിന്ന് എൻ്റെ എല്ലാ എയർപോർട്ടിലും എല്ലാ സംവിധാനവും വരുമ്പോഴേ എന്നെ പിടിക്കാൻ പ്ലാനുണ്ട്. എൻ്റെ കോടതി പോലീസ് സ്റ്റേഷൻ ഹാജരാക്കിയാൽ മതിയല്ലോ. അപ്പം ഞാൻ ആദ്യം കൊച്ചി എയർപോർട്ടിലേക്ക് ഒരു ടിക്കറ്റ് എടുക്കുന്നു. എന്നിട്ട് കൊച്ചി എയർപോർട്ടിലേക്ക് ഞാൻ വരും എന്ന് ഇവർ അറിയാൻ വേണ്ടതൊക്കെ ചെയ്യുന്നു. പക്ഷെ എന്നിട്ട് ഞാൻ വേറെ കാർ വഴി വരുന്നു. അപ്പോൾ ഇവർ കൊച്ചി എയർപോർട്ടിൽ എന്നെ തപ്പി നിൽക്കുകയാണ്. പക്ഷേ പിടികൊടുത്തില്ല. നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. 10 മണിക്ക് കയറി. അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ മുഴുവൻ 11 മണി വരെ ഈ CIO ആയിട്ടൊന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാം. നടപടിക്രമം പൂർത്തിയാക്കാൻ സാധാരണ 2 മണിക്കൂർ എടുക്കും. ഞാൻ ചെന്നപ്പം CI എണീറ്റ് നിന്നാണ് ജാമ്യാപേക്ഷ റെഡിയാക്കുന്നത്. കാരണം 10 മിനിറ്റ് വിടാൻ ഉത്തരവാണ്.
10 മിനിറ്റിനകം ജാമ്യം നൽകിയിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, ഇച്ചിരി കഴിഞ്ഞ് പോയാൽ പോരാ. അല്ല, പൊക്കോ. എന്താ, വെളിയിലോട്ട് ഇറങ്ങുമ്പം എറണാകുളത്തെ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുവാണ്. യു ആർ അറസ്റ്റ് എന്ന് വന്ന് പറയുന്നു. എന്നെ അറസ്റ്റ്, അന്നാണ് ഈ പിണറായിസം തൊലയിട്ട് എന്നുള്ള മുദ്രാവാക്യമൊക്കെ ഞാൻ വിളിച്ചത്. വേറെ നിവൃത്തിയില്ല. പിന്നെ എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഏക വഴി പിണറായിസം തൊലയിട്ട് എന്ന് മുദ്രാവാക്യം വിളിക്കുക, അങ്ങനെയെങ്കിലും ഇവർക്ക് നാണക്കേട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ പോലീസ് വാഹനത്തിൽ കയറി ഞാൻ എറണാകുളത്തേക്ക് പോരുന്നു. അത്ഭുതകരമായ ഒരു സംഭവം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സത്യത്തിൻ്റെ നിലപാടെടുത്താൽ നമുക്കൊപ്പം ദൈവവും പ്രകൃതി നിൽക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് ഒരാൾ അറസ്റ്റിലായാൽ ആ ജാമ്യാപേക്ഷ അസാധുവാകും. മുൻകൂർ ജാമ്യം അറസ്റ്റ് ചെയ്തവർക്ക് ബാധകമല്ല, അവർ ജാമ്യമാണ്. മുൻകൂർ ജാമ്യം അറസ്റ്റിന് മുമ്പ് ഒരാളുടെ മേൽ ചുമത്തുന്നതാണ് മുൻകൂർ ജാമ്യം. സാധാരണഗതിക്ക് ഒരാൾ അറസ്റ്റ് ചെയ്താൽ ആ മുൻകൂർ ജാമ്യാപേക്ഷ അസാധുവായി. എന്നെ അറസ്റ്റ് ചെയ്തു. 11 മണിക്ക് കോടതിയിൽ ജാമ്യാപേക്ഷ വന്നു. പ്രോസിക്യൂഷൻ എഴുന്നേറ്റ് പറഞ്ഞു, ഇത് അസാധുവായിരിക്കുന്നു, കാരണം ഈ കക്ഷി അറസ്റ്റ് ചെയ്തു. എൻ്റെ വക്കീൽ വിദഗ്ധനാണ്. വക്കീൽ അറിഞ്ഞിരുന്നു അറസ്റ്റ് ചെയ്തത്. അദ്ദേഹം അറിയാത്തതായി നടിച്ചുകൊണ്ട് കോടതിയോട് പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാനിപ്പോൾ 10 മണിക്ക് കോടതി വരുമ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർ പറയുന്നത് കൊണ്ട് തെളിവ് വേണം. അപ്പോൾ അവർ പേപ്പർ കൊണ്ടിരുന്നു. എൻ്റെ വക്കീൽ വലിയ വാദം നടത്തിയപ്പം ജഡ്ജി പറഞ്ഞു, എന്തായാലും അറസ്റ്റ് ചെയ്തല്ലോ, എറണാകുളത്തേക്ക് വരാൻ മണിക്കൂറുകൾ എടുക്കുമല്ലോ, അപ്പോൾ നമുക്ക് ഉച്ച കഴിഞ്ഞ് മറ്റ് കേസ് കഴിഞ്ഞിട്ട് വിശദമായി കേൾക്കാമെന്ന് പറഞ്ഞു. ഈ ജഡ്ജ് ഉച്ച കഴിഞ്ഞ് ഈ കേസ് വിശദമായി കേട്ടിട്ട് ചരിത്രത്തിൽ ആദ്യമായി അറസ്റ്റ് ചെയ്ത ഒരാൾക്ക് മുൻകൂർ ജാമ്യം കൊടുത്തു. ആലോചിച്ച്, ചരിത്രത്തിൽ ആദ്യമായി അറസ്റ്റ് ചെയ്ത ഒരാൾക്ക് മുൻകൂർ. എന്നിട്ടും ആ ജാമ്യാപേക്ഷയിലുണ്ടായിരുന്നു, ഇഫ് നിങ്ങൾ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇന്ന് തന്നെ വിടണമെന്നുണ്ടായിരുന്നു. ആ ഇന്ന് തന്നെ എന്നുള്ള വാക്ക് മാറ്റാൻ അവർ സമ്മർദ്ദം ചെലുത്തി. അങ്ങനെയാണ് 1 ദിവസം കൂടെ തടവി വെക്കാമല്ലോ. ഇത്തരത്തിലുള്ള വേട്ടയാടലുകൾ, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അത് ഒരു വശത്ത് സർക്കാരിൻ്റെ വേട്ടയാടലുകൾ, മറുഭാഗത്ത് അതിശക്തരായ സമ്പന്നരായ മനുഷ്യർ, അവരുടെ വേട്ടയാടലുകൾ. കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തിൻ്റെ നാനാഭാഗത്ത്, ഡൽഹിയിലെ, ലക്നൌവിലെ, പാറ്റ്നയിലെ, ബാംഗ്ലൂരിലെ, ചെന്നൈയിലൊക്കെ എനിക്കെതിരെ കേസുകളുണ്ട്. ബോംബെ ഹൈക്കോടതിയിൽ എനിക്കെതിരെ കേസുകളുണ്ട്. അതിൻ്റെ ഒന്നും ജൂറിസ്ഡിക്ഷനോ നിയമമൊന്നും ആരും ചോദിക്കരുത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെയാണ്. ഈ കേസുകളൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകേണ്ടി വരുന്നതിന് കാരണം 2ആണ്. നിങ്ങളെപ്പോലെ ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നുകൊണ്ട് ആളുകൾ പറയുന്നു, ഞങ്ങൾക്ക് ആരെങ്കിലും വേണം ധൈര്യപൂർവം ഇത്തരം സത്യങ്ങൾ വിളിച്ചു പറയാൻ. വലിയ പാടാണ്. കേസൊക്കെ ഒരു വശത്ത്, ഇപ്പം ഞാൻ കേസൊക്കെ മാനേജ് ചെയ്ത് പഠിച്ചു. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്കുള്ള അപവാദ പ്രചരണങ്ങൾ, നുണപ്രചരണങ്ങൾ, വ്യക്തിഹത്യകൾ, ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, വധഭീഷണികൾ. അറിയാമല്ലോ, തൊടുപുഴ വെച്ച് എന്നെ അറ്റാക്ക് ചെയ്തത്. സാധാരണഗതിക്ക് ഇവർക്കിടയിലൂടെ ഞാൻ ധൈര്യപൂർവ്വം ജീവിക്കുന്നത്, ഇവരൊക്കെ അറ്റാക്ക് ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ പാറ്റേണിൽ നിന്ന് മാറി ജീവിക്കുക. അതായത് ഇപ്പം നമ്മൾ ഓഫീസിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഒരു വഴിയിലല്ല, പല വഴിയിലാണ്, പല സമയത്താണ്. അതായത് നമ്മുടെ നാട്ടിലെ പ്രത്യേകത, ഈ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നവര് ആരും ജയിലിൽ ആഗ്രഹിക്കുന്നില്ല. ആരും അറിയത്തില്ല, സുരക്ഷിതമായി ചെയ്യാമെന്ന് പ്രതീക്ഷിച്ചാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കൃത്യം ഒരു വഴിയിലൂടെ കൃത്യമൊരു സമയത്ത് പോയാൽ എളുപ്പമാണ്. ബൈക്ക് പോലുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചാൽ എളുപ്പമാണ്. ഞാൻ വളരെ വന്ന് അറ്റാക്ക് ചെയ്താലും എൻ്റെ വണ്ടിക്കൊന്നും പറ്റാത്ത തരത്തിലുള്ള പവർഫുൾ ആയിട്ടുള്ള വണ്ടി ഉപയോഗിക്കത്തുള്ളൂ. ഒരിക്കലും ഞാൻ പോകുന്ന സമയമോ വരുന്ന സമയം വെക്കത്തില്ല. എന്ന് മാത്രമല്ല, എൻ്റെ വാഹനത്തിൽ വന്ന് ആരെങ്കിലും തട്ടിയാൽ ഞാൻ കണ്ണാടി കൂടെ നോക്കത്തുള്ളൂ. ഞാൻ വണ്ടിയുടെ പെയിൻറ്റ് പോയോ എന്നൊന്നറിയാൻ ഞാൻ ഇറങ്ങത്തില്ല. എത്രയോ തവണ ആളുകളൊന്നും തട്ടിയിട്ടുണ്ട്. ഞാൻ കണ്ണാടി കൂടെ നോക്കി അയാൾക്ക് എന്തെങ്കിലും പറ്റിയെങ്കിൽ പോലും വണ്ടി ഇരിക്കുന്നവർ ഉണ്ടെങ്കിൽ ആളെ ഇറക്കത്തുള്ളൂ. ഞാനല്ലാതെ പോയി ആ സീനിൽ പോയി തല വെക്കത്തില്ല. കാരണം നമ്മളിതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും. കാസർഗോഡ് ഒരാളെ വെട്ടിക്കൊന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മൾ ഇത്തരം ഇൻസിഡൻറ്റുകളൊക്കെ പഠിക്കണം. പോലീസുകാർക്കൊക്കെ അറിയാം എങ്ങനെയാണ് ഇവരിതിനെ കൈകാര്യം ചെയ്തത്. കാസർഗോഡ് ഒരാളെ ഗുണ്ടാ സംഘം ടാർഗറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇയാളുടെ പാറ്റേൺ മുഴുവൻ കണ്ടെത്തുന്നു. ഒരു ദിവസം ഈ ഗുണ്ടാ സംഘം ഇയാൾ ഭാര്യയോടും പിള്ളേരോടും ഒപ്പം ഷോപ്പിങ്ങിന് പോകുന്ന ദിവസം ടാർഗറ്റ് ചെയ്യുന്നു. ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്ന്
വിജനമായ ഒരു സ്ഥലത്ത്, അയാളുടെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ അപ്പുറേ വിജനമായ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഒരു ബൈക്ക് വന്ന് ഇയാളുടെ കാലിട്ട് ഇടിക്കുന്നു, ബൈക്ക് താഴെ വീഴുന്നു. ഇയാൾ ചാടി ഇറങ്ങി. ആ ബൈക്കുകാരൻ എന്ത് പറ്റുമെന്ന് അറിയാൻ പോകുമ്പോൾ 2 വശത്തു നിന്നും ആളുകൾ വന്ന് വെട്ടിക്കൊല്ലുവാണ് ഇയാൾ. ഇത്തരത്തിലുള്ള പാറ്റേണുകൾ തിരിച്ചറിഞ്ഞ് ഇതിനെ നമ്മൾ ഇതിൽ പോയി കെണിയിൽ പോയി തല വെക്കാതിരുന്നാണ്. ഇപ്പം അതേസമയം ഞാൻ പോകുന്ന വഴിക്ക് അപ്രതീക്ഷിതമായി ഞാൻ സ്ഥലങ്ങൾ ഇറങ്ങും, ഹോട്ടലിൽ കയറും. അവിടെ ഒന്നും ഈ ഗുണ്ടാസംഘം കാണത്തില്ല, നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ കാണത്തുള്ളൂ. അപ്പം ഇത്തരത്തിൽ ചെയ്യുന്നെങ്കിലും ഒരു തവണ നമ്മുടെ അശ്രദ്ധ. ഞാനൊരു കല്യാണത്തിന് പോകുന്നു. കല്യാണം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലാണ് എൻ്റെ പിള്ളേർ പഠിക്കുന്നത്. പിള്ളേർ താമസിക്കുന്ന വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ആളുടെ മകൻ്റെ കല്യാണമാണ്. ഈ ചെറുക്കൻ്റെ വീടാണ് ഇവർ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ പിള്ളേർ അവിടെയാണ്. അച്ഛാ പോകണമെന്ന് പറഞ്ഞു. ഞാൻ കല്യാണത്തിന് പോകുന്നു. തൊടുപുഴ മുതലക്കുടം പള്ളി വെച്ചായിരുന്നു കല്യാണം. കല്യാണം കഴിഞ്ഞപ്പം ഞാൻ വീട്ടിലേക്ക് പോകുന്നു ഇവരുടെ കൂടെ. അത് കഴിഞ്ഞ റിസപ്ഷന് പോകുന്നത്. അപ്പോൾ വീട്ടിൽ ചെല്ലുന്നു, അവിടുത്തെ പ്രാർത്ഥനയിലൊക്കെ കൂടുന്നു. അപ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂറോളം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഞാൻ അവിടെ ഉണ്ട് എന്ന് ഈ ഗുണ്ടാസംഘം തിരിച്ചറിയുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരും. ഞാൻ മാത്രമുള്ള വണ്ടിയിൽ. സാധാരണ ഞാൻ ആരെങ്കിലും ഒരാളെ കൂട്ടുന്ന, ഡ്രൈവറോ ആരെങ്കിലും കൂട്ടുന്നതാണ്. ഞാൻ വീട്ടിൽ പോയിട്ട് വന്നത് കാരണം ആരെയും കൂട്ടിയില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് ഞങ്ങളൊരു കോൺവേ ആയാണ് കല്യാണത്തിന് പോകുന്നത്. അവിടെ എല്ലാം കിടക്കുന്ന വണ്ടികളിൽ ഒരു താർ മഹീന്ദ്ര താർ വണ്ടി, കറുത്ത വണ്ടി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോൾ ആ വണ്ടി ഞാൻ ഇറങ്ങി വരുമ്പോൾ എൻ്റെ പുറകിൽ ഞാൻ വളരെ ഒബ്സർവേഷനുള്ള ആളാണ്. എൻ്റെ വണ്ടിയുടെ പുറകിൽ ഒരു മഹീന്ദ്ര താർ ഇച്ചിരി വെപ്രാളപ്പെടുന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്ത് കല്യാണത്തിന് വന്നതാണല്ലോ. പക്ഷെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഗുണ്ടാസംഘം ഒരു മഹീന്ദ്ര താറിൽ ഈ കൂട്ടത്തിൽ കയറി ഈ കോൺവോയുടെ കൂടെ വന്നു. അവരായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും കല്യാണ വണ്ടിയാണ് എന്നൊരു ധാരണ എൻ്റെ മനസ്സിൽ വന്നു. ഇവർ വന്ന് മുമ്പോട്ട് കയറി ഇടിക്കുമ്പോൾ സാധാരണഗതിക്ക് എൻ്റെ പോളിസി വണ്ടിയെ വന്ന് ഇടിച്ചാൽ നിർത്താതെ പോകുന്നുള്ളതാണ്. അപ്പം ഞാൻ ഓർത്ത് കല്യാണത്തിന് വന്നവരാണല്ലോ, അബദ്ധം പറ്റുന്നതായിരിക്കും, പിള്ളേർ കള്ളു കുടിച്ചായിരിക്കും എന്ന് ഓർത്ത് ഞാൻ ഗ്ലാസ് തുറക്കുന്നു. അപ്പോഴാണ് എന്നെ അറ്റാക്ക് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തു. കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അപ്പം തന്നെ ഇവർ ഡോർ തുറക്കുന്നു, എന്നെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് മാത്രമാണ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഈ അറ്റാക്ക് തൊടുപുഴക്കാർക്കറിയാം. ഈ അറ്റാക്ക് നടന്ന സ്ഥലത്തിന് ചില പ്രത്യേകതയുണ്ട്. ഇവർ കൃത്യമായി പ്ലാൻ ചെയ്ത് അവിടെ ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ച് ആരും എന്നെ സഹായിക്കാൻ വരരുതേ എന്ന് തീരുമാനിച്ചാണ് അറ്റാക്ക് ചെയ്യുന്നത്. 3-4 ദിവസം ആശുപത്രി കിടന്നു. വല്ല കാര്യമുണ്ടോ? അതാണ് നമ്മുടെ വിചിത്രമായ സംഗതി. അറ്റാക്ക് ചെയ്ത് ഗുണ്ടാസംഘം പോയി, പോലീസ് പരാതി കൊടുത്തു. ഞാൻ ആശുപത്രിയിലാണ്. പോലീസ് ഇൻസ്പെക്ടർ SHO എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ പ്രതിയെ ട്രേസ് ചെയ്തിട്ടുണ്ട്, അയാൾ ബാംഗ്ലൂരിലാണ്. പ്രതികൾ അവിടെ ബാംഗ്ലൂരിലുണ്ട്. പക്ഷെ അവരെ പിടിക്കാൻ ഞങ്ങൾക്ക് പോലീസ് വണ്ടി പോയാൽ അവന്മാർ രക്ഷപ്പെടും, അതുകൊണ്ട് വണ്ടി അറേഞ്ച് ചെയ്യണം. ഞാൻ വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എന്ത് പറ്റി? അവന്മാർ CPM-ന്റെ ഗുണ്ടകളായിരുന്നില്ലേ. എൻ്റെ വണ്ടിക്കൂലി മുടക്കി അവന്മാരെ ബാംഗ്ലൂരിൽ നിന്ന് പിടിച്ച് തൊടുപുഴ കൊണ്ട് ജാമ്യം കൊടുത്തു വിട്ടു. എങ്ങനെയുണ്ട്? അപ്പം ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ പണിക്ക് ഞാൻ ഇറങ്ങിയത്. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. ചിലരുടെ ഉത്തരവാദിത്തം കുടുംബം നോക്കുക എന്നതായിരിക്കും. ഭാര്യയെ സ്നേഹിക്കുക, ഭർത്താവിനെ സ്നേഹിക്കുക, മക്കളെ പഠിപ്പിക്കുക, അത് ഭംഗിയായി ചെയ്യുക. ചിലരുടെ ഉത്തരവാദിത്തം വൈദികനാവുക എന്നതായിരിക്കും. ചിലരുടെ ഉത്തരവാദിത്തം നല്ല മേസ്ത്രി ആവുക എന്നുള്ളതായിരിക്കും. എന്തു പണിയാണോ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ പണി ഭംഗിയായി ചെയ്യുന്നിടത്ത് നമ്മുടെ ഉത്തരവാദിത്തം പൂർത്തിയാകുകയാണ്. നമ്മുടെ ഉത്തരവാദിത്വം ചെയ്യാതിരിക്കുന്നത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഉഴപ്പുമ്പോഴാണ്. ഇപ്പം ഞാൻ എപ്പോഴും ഓർക്കും, ഷൈനി ചേച്ചിയും എൻ്റെ ഭാര്യയൊക്കെ ഓർക്കും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ വരുമ്പോൾ ഇത്രയധികം ആളുകൾ എന്നോട് ഫോട്ടോ എടുക്കാൻ വരുന്നു. ഈ ഫോട്ടോ എടുക്കാൻ വരുന്നത് എൻ്റെ താരപരിവേഷം കണ്ടിട്ടൊന്നുമല്ല. നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന, എന്നാൽ പറയാൻ ഭയപ്പെടുന്ന സത്യം ഒരാൾ ധൈര്യത്തോടെ പറയുന്നു എന്നതിൻ്റെ സത്യത്തോടുള്ള ആദരവാണ്. ഷാദൻസ്കറിയോടുള്ള ആദരവല്ല, സത്യത്തോടുള്ള ആദരവാണ്. അവർക്ക് ഉത്തമ ബോധ്യമുണ്ട് പറയുന്നത് സത്യമാണെന്ന്. അതേസമയം നോക്കൂ, ഷൈനി വിൽസനെ പോലെ, വിൽസൺ ചേട്ടനെ പോലെ, എൻ്റെ ഭാര്യ ബോബി അലോഷ്യസിനെ പോലെ അവരൊക്കെ, എനിക്കറിയാം, ഞാൻ എൻ്റെ ഭാര്യ ഒരു ഒളിമ്പ്യൻ ആയിരുന്നുകൊണ്ട് എത്രമാത്രം ഡെഡിക്കേറ്റ് ആണ് ഇവരുടെയൊക്കെ ജീവിതം എന്ന് വെച്ചാൽ, ഇവരൊക്കെ ഒരു 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ തുടങ്ങുന്ന ട്രെയിനിങ് ആണ്.
ഇവർക്കൊക്കെ ഓണമില്ല, ഇവർക്കൊന്നും ക്രിസ്മസ് ഇല്ല, ഇവർക്കൊരു കേക്ക് കഴിക്കാൻ പറ്റത്തില്ല, ഇവർക്ക് ആർക്കും എഴുതി വെച്ചിരിക്കുന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ഇവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും മാറ്റിവെച്ച് ഏതാണ്ട് 20 വർഷക്കാലം പ്രയത്നിച്ചതിന് കിട്ടിയ ആദരവും അംഗീകാരവുമാണ് മെഡലും ഒളിമ്പിക്സ് പാർട്ടിസിപ്പേഷനും ഒക്കെ. പക്ഷെ പലപ്പോഴും നമ്മൾ ആ കഠിനാധ്വാനം തിരിച്ചറിയാതെ പോകുന്നു. ഞാനും ഭാര്യയും കൂടെ പോകുമ്പം ഷൈനി ചേച്ചി പറഞ്ഞതുമാതിരി പണ്ട് ഷാജൻ ബോബിയുടെ ഭർത്താവ് എന്ന നിലയിൽ ആണ് അറിയപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ഷാജൻ്റെ ഭാര്യ എന്നതിലാണ് ബോബി അറിയപ്പെടുന്നത് പറയുമ്പോൾ സത്യത്തിൽ വിഷമമുണ്ട്. കാരണം ഞാൻ ഉത്തമ ബോധ്യത്തോടുകൂടി എനിക്ക് ഉറപ്പുള്ള കാര്യം ഒരു തരത്തിലുള്ള പ്രലോഭനങ്ങൾക്കും വഴങ്ങാതെ പറയുന്നു എന്നൊരു പണി മാത്രമാണ് ചെയ്യുന്നത്. ധൈര്യം മാത്രമേ എനിക്കുള്ളൂ, സത്യം പറയാനുള്ള ഒരു ആർജവും. പക്ഷേ എൻ്റെ ഭാര്യ അങ്ങനെയല്ല. എത്രയോ കാലം ജീവിതം ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഇത് ഷാജൻസ്കറിയാട് പറ്റും. പലയിടത്തും ചാലി കാണുമ്പോൾ ഓ വൈഫല്ലേ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് വിഷമം വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് ഈ ലോകം ശരിയാവുന്നത്. കാരണം എന്നെ നിങ്ങൾ ഇത്രയും അധികം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, സത്യത്തെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഭൂരിപക്ഷം മനുഷ്യരും സത്യം ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ടാണല്ലോ എന്നെ വേട്ടയാടാൻ ഒരു സർക്കാരും ഒരു പോലീസും തീരുമാനിക്കുമ്പോൾ ആ പോലീസിലെ ഭൂരിപക്ഷം പേർക്കും ഞാൻ പറയുന്നത് സത്യമാണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് എന്നെ സഹായിക്കാൻ ശ്രമിക്കുന്നത്. അവരൊന്നും സഹായില്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയുമോ? പറ്റില്ല. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥന, അതിന് ശക്തി വലുതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ പറയുന്നത് സത്യമായിരിക്കണം, പറയുന്നതേ ചെയ്യാവൂ. ഇപ്പം നമുക്കറിയാം, എൻ്റെയൊക്കെ നിങ്ങളുടെയൊക്കെ സുഹൃത്തായിരുന്നു മാരിയോയും ജിജിയും. അവരുടെ നമുക്കറിയാം സുവിശേഷ പ്രസംഗകരായത്, മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആയിരുന്നു. വലിയ ആദരവ് അമേരിക്കയിലൊക്കെ ഒരുപാട് തവണ വന്നിട്ടുണ്ട്, ഹൂസ്റ്റനും വന്നിട്ടുണ്ട് തോന്നല്ലേ. അവർ തമ്മിൽ ഭിന്നിച്ചതല്ല പ്രശ്നം. ഭാര്യ ഭർത്താവും ഭിന്നിക്കുക അതൊരു കാര്യമൊന്നുമല്ല. അവർ തമ്മിൽ ഭിന്നിച്ചതല്ല ഈ സമൂഹത്തിൻ്റെ പ്രശ്നം. നേരെ മറിച്ച് അവരാരായിരുന്നുവോ അങ്ങനെ ആയിരുന്നില്ല അവർ മറ്റുള്ളവരുടെ മുമ്പിൽ പെരുമാറിയിരുന്നത് എന്നതാണ് പ്രശ്നം. എനിക്ക് ഈ കാര്യത്തിൽ പലപ്പോഴും പിണറായി വിജയനോട് ബഹുമാനം തോന്നാറുണ്ട്. ഒന്നുമല്ലെങ്കിൽ അങ്ങേരെ ആരാണോ, അങ്ങേരുടെ സ്വഭാവം എന്താണോ അത് തുറന്നു പറയാറുണ്ടല്ലോ, തുറന്നു കാണിക്കാറുണ്ടല്ലോ. ഈ പിണറായി വിജയൻ, ഈ PV അൻവർ, ഞാനും PV അൻവർ ആയിരുന്നല്ലോ എനിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ നേതാവ്. PV അൻവറും പിണറായി വിജയനും തമ്മിൽ ഉടക്കുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, അൻവർ പുറത്തായി. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് LDF മാറിയാലും നിന്റെ ശനിദിശ മാറത്തില്ല, കാരണം PV അൻവർ UDFിലാണല്ലോ എന്ന്. ഞാൻ ഒരു ശനിദിശ മാറാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ വളരെ കൃത്യമായി തന്നെ ഈ സർക്കാർ മാറി UDF സർക്കാർ വരണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷെ അതിനർത്ഥം UDF അധികാരത്തിൽ വന്ന നാളെ മുതൽ എനിക്ക് കയ്യും വീശി നെഞ്ചും വിരിച്ച് നടക്കാമെന്നല്ല. നമ്മുടെ നാട്ടിലെ ഇത്തരം എല്ലാ സംവിധാനങ്ങളെയും നിയന്ത്രിക്കുന്ന ചില ശക്തികളുണ്ട്. അവർക്ക് UDFും LDFും BJP ഒന്നുമില്ല. അവർ സമ്പന്നരാണ്, സ്വാധീനമുള്ളവരാണ്. അവർ വഴിവിട്ട വഴിയിലൂടെ, അതാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കുഴപ്പം. അമേരിക്കയിലും UK ഒക്കെ, ഞാൻ ബ്രിട്ടനിൽ ജീവിച്ചിട്ടുള്ള ആളാണ്, അവിടെ കണ്ടിട്ടുള്ള കാര്യം അഴിമതി ഉണ്ടാവാം, അതൊക്കെ അങ്ങ് വലിയ തലത്തിലാണ്, കമ്മീഷൻ ഉണ്ടാവാം. പക്ഷെ സാധാരണ മനുഷ്യന് സ്വസ്ഥമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആരും അതിന് തടസ്സപ്പെടുത്തത്തില്ല. നമ്മുടെ നാട്ടിൽ ഒരുത്തന് സ്വസ്ഥമായി ജീവിക്കാൻ ആഗ്രഹിച്ചാലും ആരെങ്കിലുമൊക്കെ വിചാരിച്ചാൽ നടക്കത്തില്ല. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന ഈ നാടിനെ സ്വാധീനിക്കുന്ന, നിയന്ത്രിക്കുന്ന വലിയ ശക്തികൾ, ആ വലിയ ശക്തികൾക്ക് രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ല, അവർ ഒരുമിച്ച് നിൽക്കും. കേരളത്തിലെ ഏറ്റവും സമ്പന്നനായ ഒരു മുതലാളി എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, നിന്നെ പൂട്ടിക്കാനും നിന്നെ ഇല്ലാതാക്കാനും ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന 100 കോടി രൂപയാണെന്ന്. ഞാൻ പറഞ്ഞു നോക്കാം, അങ്ങയുടെ 100 കോടിയാണോ എൻ്റെ സത്യമാണോ വിജയിക്കുന്നത് നോക്കാം. ഫൈറ്റ് നടക്കുകയാണ്. ഞാൻ പേരിലേക്കൊന്നും കിടക്കുന്നില്ല, കോടതിയുടെ വിലക്കുണ്ട്. അപ്പോൾ ഈ വരാൻ പോകുന്ന സർക്കാർ വന്നാലും, ഏത് സർക്കാർ വന്നാലും എനിക്ക് ഈ പീഡനം, യാതന ഉണ്ടാവും. ഒരുപക്ഷെ ഞാൻ ഒരു കാര്യം പറയാമല്ലോ, എന്തെങ്കിലും 14 ദിവസം ജയിലിൽ കിടക്കുമെന്ന് കരുതിയാൽ ഞാൻ എത്രയും കാലം എങ്ങനെ ജയിലിലായില്ല എന്ന് മാത്രമേ എനിക്ക് പിടികിട്ടാത്തുള്ളൂ. ഇനി ജയിലിലായാൽ ഞാൻ നിശബ്ദനാവുമോ? ഇല്ല. എൻ്റെ ഒരു ഉത്തമ ബോധ്യമുണ്ട്, ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്ന നിയമ സംവിധാനം നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു കേസിലും എന്നെ പരമോന്നത കോടതി ശിക്ഷിക്കില്ല എന്ന് ഉത്തമ ബോധ്യം. താഴത്തെ കോടതിയൊക്കെ ശിക്ഷിച്ചെന്ന് വരാം, ഇതുവരെ ശിക്ഷിച്ചിട്ടുള്ള ഒരു കോടതി തന്നെ ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റിന്, കാരണം എല്ലാ മനുഷ്യരും
എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, എല്ലാവർക്കും മതമുണ്ട്. ആ മതവും രാഷ്ട്രീയവും വെച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും അതൃപ്തി തോന്നും. ഞാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ആളാണ്. ഞാൻ ഇന്നേ വരെ ഇസ്ലാമിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനൊരു ക്രൈസ്തവ വിശ്വാസിയാണ്. ഞാൻ പള്ളിയിൽ പോകുന്ന ആളാണ്, മക്കളെ സൺഡേ സ്കൂളിൽ വിടുന്ന ആളാണ്. ഞാൻ അമ്പലത്തിൽ പോവാറുണ്ട്. കാരണം അമ്പലത്തിൽ എന്നെ തടയുന്നില്ല. അമ്പലത്തിൽ പോയി ഭഗവാനോടോ ഭഗവതിയോട് പ്രാർത്ഥിച്ചാൽ എൻ്റെ വിശ്വാസത്തിന് അതൊരു കുഴപ്പം പറ്റുന്നില്ല. എന്നാൽ ഈ മതം, അതുകൊണ്ട് തന്നെ ഒരു മതത്തെയും വെറുക്കാനോ ഒരു മതത്തിൻ്റെ പേരിൽ ഒരാളെ മാറ്റി നിർത്താനോ എനിക്ക് കഴിയില്ല. ഒരാൾ മുസ്ലിം ആയതുകൊണ്ട് എനിക്ക് വെറുക്കാൻ പറ്റില്ല. എന്താ കുഴപ്പം? എത്രയോ മുസ്ലിം സുഹൃത്തുക്കൾ എനിക്കുണ്ട്, നല്ല മതവിശ്വാസികളുണ്ട്. പക്ഷെ മതത്തിൻ്റെ ലേബൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയം ഉണ്ടാവുമ്പോൾ അതിനെതിർക്കേണ്ടി വരും. നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ളത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരുന്നൊരു കാലത്ത് നമുക്കറിയാം. കുരിശുയുദ്ധത്തിൻ്റെ ഒരു കാലം, പോപ്പുമാർ ലോകം ഭരിച്ചിരുന്ന കാലം, കുരിശ് വെച്ചുകൊണ്ട് യുദ്ധം ചെയ്തിരുന്ന കാലം, അന്യമതസ്ഥരെ കൊന്നിരുന്ന കാലമൊക്കെ ഉണ്ട്. പക്ഷെ പിന്നീട് ക്രിസ്ത്യാനിറ്റിക്ക് തിരിച്ചറിഞ്ഞു മതവും രാഷ്ട്രീയവും രണ്ടാണ്. ക്രിസ്ത്യാനിറ്റി മതത്തിലേക്ക് മാറി, സാമൂഹ്യ നന്മയിലേക്ക് മാറി. പൊളിറ്റിക്കൽ ഹിന്ദുയിസം ഉണ്ട്, ഇപ്പോഴുമുണ്ട്. പൊളിറ്റിക്കൽ ഹിന്ദുയിസമാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. പക്ഷെ ആ പൊളിറ്റിക്കൽ ഹിന്ദുയിസം മറ്റൊരാളുടെ മതത്തെയോ മൗലികാവകാശത്തെയോ ഇതുവരെ കടന്നു കയറി നശിപ്പിച്ചതായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. സംഭവിക്കുന്നില്ല എന്ന് പറയുന്നില്ല. എന്നാൽ പൊളിറ്റിക്കൽ ഇസ്ലാം അതെവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അന്യമതസ്ഥരെ, അന്യ ചിന്താഗതിക്കാരെ അകറ്റി നിർത്തുന്നു. ഇറാനിൽ സംഭവിക്കുന്ന നമുക്കറിയാം. ഇറാനാണ് ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാം നിലനിൽക്കുന്ന രാജ്യം. അവിടെ സിവിൽ നിയമങ്ങളില്ല. അവിടെ വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായും അവരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന സംവിധാനമാണ്. എതിർക്കേണ്ടി വരും. ഐസിസിനെ എതിർക്കേണ്ടി വരും, അൽ ഖ്വയ്ദ എതിർക്കേണ്ടി വരും, പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കേണ്ടി വരും, SDP എതിർക്കേണ്ടി വരും. ഇത് പറയുമ്പോൾ ഇവൻ മുസ്ലിം വിരുദ്ധനാണ് എന്ന് പറയുന്ന കുറച്ച് പേരുണ്ട്. ഞാൻ അവരോടൊക്കെ വെല്ലുവിളിക്കാറുണ്ട്. ഞാൻ ഇസ്ലാമിനെതിരെ, പ്രവാചകനെതിരെ, അള്ളാഹുവിനെതിരെ, ഖുറാനെതിരെ പറഞ്ഞ ഒരു വാക്ക് പറയൂ, കാണിക്കൂ, ഞാൻ നിർത്താം. ആർക്കുമില്ല. പറയുകയാണ്. പറഞ്ഞു 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 പറഞ്ഞ് മുസ്ലിം വിരുദ്ധനാണെന്ന് ചാപ്പ കുത്തുകയാണ്. ഇത്തരത്തിലുള്ള ഒരു കാലത്ത് ഏറ്റവും അധികം എന്നെ പോലുള്ള ആൾ നേരിടുന്ന പ്രതിസന്ധി വ്യക്തിഹത്യയാണ്. ഭീകരമായി നമ്മളെക്കുറിച്ച് നുണ പറയും. അഴിമതിക്കാരനാണെന്ന് പറയും. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാം. ഞാൻ പണം സ്വീകരിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ വാർത്ത കൊടുക്കാതിരിക്കാൻ വേണ്ടി ഒരു 100 കോടി രൂപ എനിക്ക് ഇതിനകം ഉണ്ടാക്കായിരുന്നു. എൻ്റെ ഒരു കാര്യവുമില്ലാതെ കേരളത്തിലെ ഒരു സമ്പന്നൻ ഒരിക്കൽ എന്നെ കാണാൻ വരുന്നു. ഞാൻ സാധാരണ മുതലാളിമാർക്ക് പിടികൊടുക്കാറില്ല. വിളിച്ചാലും ഞാൻ ഒഴിഞ്ഞു മാറും. സ്ഥലത്തില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. ഒരു മുതലാളി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊന്ന് കാണണം. ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം? അല്ല, അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞു, സാധാരണ ഞാൻ മുതലാളിമാരെ കാണാറില്ല. അല്ല, എനിക്ക് കാണണം, കണ്ടേ മതിയാവും. അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം, ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു സോറി, അങ്ങേക്കാണ് എന്നെ കാണേണ്ടത്, എനിക്ക് അങ്ങേയല്ല കാണേണ്ടത്. അതുകൊണ്ട് അങ്ങയുടെ ഹോട്ടലിൽ ഞാൻ വരത്തില്ല, ഇങ്ങോട്ട് വരൂ. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, ഒരു 7 മണിക്ക് വരട്ടെ. അപ്പം ഞാൻ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞില്ല, ഞാൻ 5-ന് പോകും എന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെയാണോ എന്ന് ചോദിച്ചു. ഞാനന്ന് 4:30 പോയി. എനിക്ക് കൃഷിയുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത് ഫാമിങ്ങാണ്. എല്ലാ ദിവസവും ഞാൻ കേസൊന്നും ഇല്ലാത്ത ദിവസം, പോലീസ് സ്റ്റേഷൻ ഒപ്പിടാൻ പോകാണ്ടാത്ത ദിവസം, അല്ലെങ്കിൽ ഇങ്ങനെ വരേണ്ടാത്ത ദിവസം, വൈകുന്നേരം 4 മണിക്ക്, ഞാൻ രാവിലെ 4 മണിക്ക് എൻ്റെ ജോലി തുടങ്ങും. രാവിലെ 4 മണിക്ക് തുടങ്ങും ജോലി, വൈകുന്നേരം 4 മണിക്ക് തീരും. രാവിലെ 4 മുതൽ 6 വരെ വീട്ടിലിരുന്നുകൊണ്ടാണ് ജോലി. 6 ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. എല്ലാ പത്രങ്ങളും വായിക്കും. ഞാൻ ആദ്യം വായിക്കുന്നത് വാഷിങ്ടൺ പോസ്റ്റും ന്യൂയോർക്ക് ടൈംസും ഒക്കെയാണ്. അത് കഴിഞ്ഞ് വായിക്കുന്നത് പാകിസ്ഥാനിലെ ഡോണാണ്. ഇതൊക്കെ വായിച്ച് ഒരു ധാരണയുണ്ടാക്കി എഡിറ്റർമാർക്കും റിപ്പോർട്ടർമാർക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് ഓഫീസിലെത്തി 10-16 പത്രമൊക്കെ വായിച്ച് അന്ന് ചെയ്യേണ്ട വീഡിയോകൾ സെലക്ട് ചെയ്ത് ഉച്ചവരെ ഞാൻ ഈ വാർത്തയുടെ ലോകത്താണ്. ഉച്ചയ്ക്ക് ഒരു 20 മിനിറ്റ് ഉറങ്ങിയിട്ട് ഉച്ച കഴിഞ്ഞ് കമ്പനിയുടെ നടത്തിപ്പ്, അക്കൗണ്ടിങ്ങും ലോയും ഒക്കെ ആയിട്ട് നടത്തിപ്പ 4 മണിയാകുമ്പോൾ ഞാൻ അവസാനിപ്പിക്കും. 4:30 മുമ്പ് ഒരു ചായ കുടിച്ചോട്ട് ഞാൻ കൃഷിപ്പണിക്ക് ഇറങ്ങും. 7-7:30 വരെ ഞാൻ കൃഷി ചെയ്യും. എനിക്ക് കപ്പയുണ്ട്, ചക്ക, ഇഷ്ടംപോലെ പ്ലാവുണ്ട്, കപ്പ, ചേന, ഇഞ്ചി, മഞ്ഞൾ എല്ലാം ഉണ്ട് എനിക്ക്. ഞാൻ തന്നെയാണ് പണിയെടുക്കുന്നത്. ഒരു പയ്യൻ എൻ്റെ കൂടെ കൂടും.
ഞാൻ കഴിക്കുന്നതൊക്കെ ഞാൻ ഉണ്ടാക്കുന്നതാണ്. എല്ലാവരും ഞാൻ പറയാറുണ്ട്, നമുക്ക് കഴിക്കാനുള്ളതെങ്കിലും നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. പറ്റും, എളുപ്പമാണ്. എനിക്ക് കഴിക്കാനുള്ളതിന് അപ്പുറത്തേക്കുണ്ട്. എനിക്ക് കപ്പയൊക്കെ ഞാൻ ഒരു ആഘോഷമാണ്. എന്നാൽ പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നാട്ടും പുറത്ത് നിങ്ങൾക്കറിയാം കപ്പ വാട്ടുന്നൊരു രീതി ഉണ്ടായിരുന്നു. അത് നിന്ന് പോകാതിരിക്കാൻ വേണ്ടി എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ സുഹൃത്തുക്കളെ കൊണ്ട് ഞാൻ എല്ലാ കൊല്ലവും തിരുവനന്തപുരത്ത് എൻ്റെ കൃഷിയിടത്തിൽ കപ്പ വാട്ടുന്ന പരിപാടിയുണ്ട് 2 ദിവസം. അതൊരു ആഘോഷമാണ്. എന്നിട്ട് ഈ കപ്പ എനിക്ക് വേണം. എനിക്ക് 2000 രൂപ 3000 രൂപയുടെ കപ്പ മതി ഒരു വർഷത്തേക്ക്, ഉണക്ക് കപ്പ. ഇതൊക്കെ ഞാൻ കൊടുക്കും ആളുകൾക്ക്, പണത്തിനല്ല. ഇഷ്ടംപോലെ ചക്കയുണ്ട്, കപ്പയുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് ഇതിൻ്റെ ഒരു ആനന്ദമുണ്ട്. അപ്പം അങ്ങനെയാണ് എൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. പക്ഷെ ഞാൻ എന്തോ പറഞ്ഞപ്പോൾ ഇതിലേക്ക് കൃഷിയിലേക്ക് മാറിയത്. ഈ മുതലാളി, അപ്പം ഞാൻ അന്ന് നേരത്തെ ഇറങ്ങിപ്പോയി. 5 മണിയായപ്പോൾ ഈ മുതലാളി അവിടെ എത്തി. ഞാൻ 4:30 പോയി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇയാൾ വരുമെന്ന്. കാരണം എന്നോട് വരുമെന്ന് പറഞ്ഞില്ല, ഞാൻ 5-ന് പോകുമെന്നേ പറഞ്ഞുള്ളൂ. പിന്നെ മോശമല്ലേ, ഇയാളെക്കുറിച്ചൊരു വാർത്ത ഞാൻ കണ്ടതാ. ഇൻകം ടാക്സ് റെയ്ഡ് നടത്തിയപ്പം ഇയാളുടെ കയ്യിൽ നിന്ന് പിടിച്ച കള്ളപ്പണം, അതായത് അക്കൗണ്ടിൽ ഇല്ലാത്ത പണം 1500 കോടിയാണ്. 1500 കോടിയാണ് അൺഅക്കൗണ്ടബിൾ ആയിട്ടുള്ള പണം പിടിച്ച ആളാണ്. ഞാൻ എന്നാൽ പിന്നെ വെയിറ്റ് ചെയ്യേ എന്ന് പറഞ്ഞ് അവിടെ ചെയ്തു. ഞാൻ വരുമ്പോൾ ഈ മനുഷ്യൻ അയാളുടെ ആഡംബര കാറിൽ ഇരുന്നുറങ്ങും എന്നെ കാത്ത്. ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ട് പോയി എൻ്റെ ഓഫീസിലേക്ക് പോയി. അയാളുടെ ഒരു സഹായം വന്നു. ഈ ചെറിയ സമ്മാനമൊക്കെയാണ് നമ്മളൊരു മര്യാദയുടെ ഓർത്ത് മേടിക്കും. എനിക്കൊരു ബദാം പരിപ്പും കശുവണ്ടി പരിപ്പും ഒക്കെ ഉള്ള ഒരു സാധനം തന്നു. ഞാനിങ്ങനെ മേടിച്ചു. എന്നിട്ടൊരു വലിയ കെട്ടെൻ്റെ അങ്ങോട്ട് നീക്കി വെച്ചു. എന്നോട് 50 ലക്ഷം രൂപയുണ്ട്. ഞാൻ ചോദിച്ചു, എന്തിനാണ് എനിക്ക് നിങ്ങൾ 50 ലക്ഷം രൂപ തന്നേ? തരുന്ന എന്തിനാണ്? അല്ല, എൻ്റെ ഒരു സന്തോഷം. അപ്പം ഞാൻ പ്രത്യേകിച്ച് അതേക്കുറിച്ച് ആ ദിവസങ്ങളും വാർത്തയൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ 50 ലക്ഷം രൂപ കൊണ്ട് വരുന്നത്? എനിക്കൊരു പിടിയും. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് 50 ലക്ഷം തരുന്നുണ്ടെങ്കിൽ എന്തോ ഒരു കൊള്ള നിങ്ങൾ നടത്താൻ പ്ലാൻ ഇടുന്നുണ്ട്. ആ കൊള്ള ഞാൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എടുക്കൂ, പോകൂ എന്ന് പറഞ്ഞു. ഇയാൾ ആകെ ചമ്മിപ്പോയി. ജീവിതത്തിൽ അയാൾ ആദ്യമായിട്ടായിരിക്കും ഒരാൾ പണം വേണ്ടെന്ന് പറയുന്നത്. അയാൾ ചമ്മി, ആൾ അവിടെ ഇരുന്നു. എനിക്ക് വളരെ ദേഷ്യം വന്നു. പിന്നെ ഇയാളുടെ പ്രായവും ഇയാളുടെ പദവിയും നോക്കിക്കൊണ്ട് ഞാൻ ഗവനിക്കാതെ എൻ്റെ ഐപാഡിൽ നോക്കി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ശരി, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പോയി. ഇത്തരത്തിലെ എത്രയോ അനുഭവങ്ങൾ. നമ്മൾ വാർത്ത കൊടുക്കാതിരിക്കാനും കൊടുക്കാനും ഒക്കെ പാവപ്പെട്ടവരുണ്ട്. ഞാൻ ഇടുക്കി ദീപിക വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ഇടുക്കി ഷൈനി ചേച്ചിക്കറിയാം, ചെറിയ വാർത്ത കൊടുക്കാൻ മനുഷ്യരുണ്ട്. ഏലം പാക്ക് ചെയ്തുകൊണ്ട് വരുമായിരുന്നു. കാരണം അവർക്കറിയത്തില്ല, അവരോട് നമുക്ക് സഹതാപമാണ്. അവരുടെ ധാരണ ഈ വാർത്ത വരണമെങ്കിൽ ഏലക്ക കൊടുക്കണമെന്നാണ്. ഒരുപക്ഷെ അവരുടെ അനുഭവം എങ്ങനെ ആയിരിക്കാം. അതൊക്കെ നമ്മൾ ക്ഷമിക്കും. പക്ഷെ നമ്മുടെ ഇൻറ്റഗ്രിറ്റി ചോദ്യം ചെയ്യുവാണ്. പണം നൽകി വാർത്ത ചെയ്യാനും എന്തിനാണ്, എന്തുകൊണ്ടാണ്? ഞാൻ പലപ്പോഴും, എനിക്ക് 10-60 ജീവനക്കാരുണ്ട് മറുനാടനിൽ. ഇവർക്കൊക്കെ കൃത്യമായി എല്ലാ മാസവും ഞാൻ ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിൽ 2 പ്രതിജ്ഞ. 1, എല്ലാ ജീവനക്കാർക്കും കൃത്യം 1-ാം തീയതി ശമ്പളം കൊടുക്കണം. 2, ലീഗലായി മാത്രമല്ല എത്തിക്കലായും പണിയെടുക്കണം. ലീഗലായിരിക്കും, പക്ഷെ അത് എത്തിക്കലാവണമെന്നില്ല. ഇപ്പം എനിക്ക് ഒരാൾക്കെതിരെ ഒരു പരാതി കൊണ്ട് കൊടുക്കും, എനിക്കെതിരെ കേസ് വന്നിരിക്കുന്നു, വലിയ വാർത്തയാവാം. പക്ഷെ എത്തിക്സോട് നോക്കണം. ചിലയിടത്തൊക്കെ തല വീഴ്ചകൾ പറ്റും, നമ്മളത് തിരുത്തും. അപ്പോൾ തിരുത്തുമ്പോൾ കണ്ടോ, ഷാജൻ സ്കറിയ മാപ്പ് പറയുന്നു. ചില തിരുത്തുകൾ എങ്ങനെയാണ്, നമുക്ക് ലീഗലി നമ്മൾ പറഞ്ഞ് ശരിയായിരിക്കും, പക്ഷെ എത്തിക്കലി ശരിയല്ല എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് തിരുത്തേണ്ടി വരും. ഇത്തരത്തിലുള്ള ഒരു ദൗത്യം ഏറ്റെടുത്ത് പോകുമ്പോൾ വെല്ലുവിളികളുണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ ജീവിതം കൊണ്ട് ദുർബലരായ മനുഷ്യരുടെ എത്രയോ പേരുടെ കണ്ണീരൊപ്പി. ഒരു ദിവസം ഒരു വാർത്ത വരുന്നു, എല്ലാ പത്രങ്ങളിലും വലിയ വാർത്ത. ഈ തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്ഥലത്ത്, പേര് ഞാൻ മറന്നുപോയി, കടയ്ക്കാവൂർ, ഒരമ്മ 11 വയസ്സുള്ള തൻ്റെ മകനെ പീഡിപ്പിച്ചു എന്നാണ് വാർത്ത. കേരളത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അമ്മ ആ മക്കളെ പീഡിപ്പിക്കുന്നത്. അപ്പന്മാർ പെമ്മക്കളെ പീഡിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്, അത് എല്ലായിടത്തും ഉണ്ട്, സത്യമാണ്, ഒരുപാട് ഇടത്തുണ്ട്. പക്ഷെ അമ്മമാർ ഒരു കാരണവശാലും മക്കളെ പീഡിപ്പിക്കത്തില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം എങ്ങനെയാണ് ഈ പീഡനം ഉണ്ടാവുന്നത്? പീഡനത്തിൻ്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഒടുങ്ങാത്ത ലൈംഗിക തൃഷ്ണയുള്ള ക്രിമിനൽ വാസനയുള്ളവർക്ക് അവരുടെ ലൈംഗിക താല്പര്യം സംരക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പീഡനം ഉണ്ടാകുന്നത്. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ലൈംഗിക താല്പര്യം ഉണ്ടെങ്കിൽ അതിന് ഒരുപാട് അവസരങ്ങളുണ്ട്. പിന്നെ മക്കളെ പോയി പീഡിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ അപ്പന്മാർക്ക് അങ്ങനെ പലപ്പോഴും മക്കളെ പീഡിപ്പിക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു അമ്മ തൻ്റെ മകനെ, അതും പ്രായപൂർത്തിയാകാത്ത മകനെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒന്നുകിൽ ഭ്രാന്തിയായിരിക്കണം, അല്ലെങ്കിൽ ലഹരിക്കടിമയായിരിക്കണം.
അല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അല്ലാത്തൊരു സംഭവം ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഈ വാർത്ത അന്വേഷിക്കാൻ തീരുമാനിച്ചു. ഈ ആഘോഷം ഭയങ്കര ആഘോഷമാണ്. ഞാനൊരാളെ വിട്ടു. അന്വേഷിച്ചപ്പം ഈ ഒരു മുസ്ലിം സ്ത്രീയാണ്. ഈ മുസ്ലിം സ്ത്രീയുടെ ഒരു സുഹൃത്തിനെ കണ്ടു. അപ്പോഴാണ് അറിയുന്നത് ഇവരുടെ ഭർത്താവിന് വേറെ ചില ബന്ധമുണ്ടായി. അപ്പം ആ ബന്ധമുണ്ടായി ആ സ്ത്രീയോടൊപ്പം ജീവിക്കുകയാണ്. പക്ഷേ മക്കളെയും കൂടെ അയാൾക്ക് വേണം. വിദേശത്താണ്. അപ്പം മക്കളെ കിട്ടുന്നില്ല. അതിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയൊരു കള്ളക്കേസാണ്. പോലീസിന് കൈക്കൂലി കൊടുത്ത് പോലീസ് കള്ളക്കേസെടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുക. അവർക്ക് വേണ്ടി നിലപാടെടുത്തു, അവർക്ക് വേണ്ടി വാർത്തകൾ ചെയ്തു. അത് ജഡ്ജിമാർ മനുഷ്യരാണല്ലോ. അവർ വെളിയിൽ പറയത്തില്ലെങ്കിലും അവരെയൊക്കെ ഈ ഇത്തരം വാർത്തകൾ ശ്രദ്ധിക്കാറുണ്ട്. അവരൊക്കെ ഈ ചെയ്യുന്ന വീഡിയോകൾ ഫാക്റ്റ് ആണെന്ന് പരിശോധിക്കാറുണ്ട്. വെളിയിൽ പറയത്തില്ല. എൻ്റെ കേസ് ഞാൻ തന്നെ ഒരു വക്കീലിനെ ഏർപ്പെടുത്തി. കാരണം അവർക്കൊന്നും സംവിധാനമില്ല. കേസ് നടത്തി ഇവരെ ജയിലിൽ നിന്ന് ഇറക്കി. അങ്ങനെ അവരുടെ കേസ് പിന്നീട് ഹൈക്കോടതി, കേരള ഹൈക്കോടതി, എനിക്ക് തോന്നുന്നു കേരള ഹൈക്കോടതി ആ കേസ് റദ്ദു ചെയ്തു. എന്നിട്ട് അവർക്ക് ജോലി കിട്ടത്തില്ല. പേര് ദോഷം. 1 വർഷം ആ സ്ത്രീക്ക് 10,000 രൂപ വെച്ച് മാസം കൊടുത്തിയാൽ. ഇത്തരത്തിൽ ഇപ്പൊ പലരും ചോദിക്കും നേഴ്സുമാരുടെ കാര്യം. എന്താ കാര്യം? ഈ നേഴ്സുമാരെന്ന് പറയുന്നത് നമ്മുടെ ലോകത്ത് മുഴുവൻ പോയി മലയാളിയുടെ അന്തസ്സ് സംരക്ഷിക്കുന്നവരാണ്. ഇപ്പോഴാണ് IT മേഖലയിലും എഞ്ചിനീയറിംഗ് മേഖലയിലും ഒക്കെ പ്രഗത്ഭന്മാർ വിദേശത്ത് പോകുന്നത്. പണ്ട് അമേരിക്കയിലേക്കും ജർമ്മനിയിലേക്കും തുടങ്ങി വെച്ച് ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പോയി പണിയെടുത്ത് നമ്മുടെ നാട്ടിലേക്ക് വിദേശ നാണ്യം കൊണ്ടുവന്ന നേഴ്സുമാർ മാത്രമായിരുന്നു. കേരളത്തിന്റെ അംബാസഡർമാർ നേഴ്സുമാരാണ്. പക്ഷെ അവർക്ക് ശമ്പളമില്ല. 3000 രൂപയായിരുന്നു 2011 UNA എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കുന്നത് വരെ കേരളത്തിലെ നേഴ്സുമാരുടെ ഒരു മാസത്തെ ശമ്പളം 3000 രൂപ. ഈ അന്യായത്തിനെതിരെ ഒരു സംഘടന ജാസ്മിൻ ഷാ എന്ന് പറഞ്ഞൊരു പയ്യൻ ഉണ്ടാക്കി. അതിനെ പിന്തുണച്ചു. ആ പിന്തുണ വളർന്നു വലുതായി. അവരെ പിടിച്ച് ജയിലിലിടാൻ ശ്രമിച്ചു. അവർക്ക് വേണ്ടി നിന്നു. ഇന്നിപ്പോ ഇതാ അവരുടെ സമരം നയിക്കാൻ വരെ അവരെന്നെ കൊണ്ടുവരുന്ന അവസ്ഥയുണ്ടായി. അത് ഞാൻ അവരോട് പ്രതിഫലം വാങ്ങിക്കൊണ്ട് ഞാൻ അവരോട് പറയാറുണ്ട്, ഞാൻ നിങ്ങളുടെ സമ്മേളനത്തിൽ വരുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്യത്തില്ല. അവർ പറയും ബുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു വേണ്ട, നാളെ പേര് ദോഷം ഉണ്ടാവരുത്. ഷാജൻസ് കറിയായിക്ക് ഞങ്ങൾ എറണാകുളത്ത് ഹോട്ടൽ എടുത്ത് കൊടുത്തു. കേൾക്കാൻ താല്പര്യമില്ല. എൻ്റെ കയ്യിലെ കാശ് കൊടുത്തേ ഞാൻ വരത്തുള്ളൂ. ഒരൊറ്റ സമരം കൊണ്ട് സർക്കാർ പേടിച്ചു. ശമ്പള വർധന പ്രഖ്യാപിച്ചു. അതിന് ചില കുഴപ്പങ്ങളുണ്ട്. ഓർക്കണം, എനിക്ക് അവരോടുള്ള ആദരവ്. ഞാൻ 4-ാം തീയതി രാത്രി ഫ്ലൈറ്റിന് ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പം ഞാൻ അതിനു മുമ്പ് 2 ആഴ്ച മുമ്പ് തൃശ്ശൂരിൽ ഒരു സമ്മേളനം നടക്കുന്നു. ഞാൻ അവിടെ സമ്മേളനത്തിന് പോകുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു ചലനവും ഉണ്ടാക്കുന്നില്ല. 15,000 നേഴ്സുമാരെത്തി. ഒരു ചലനവും ഇല്ല. കാരണം എന്താണെന്നറിയോ? ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിന്റെ അപ്പുറത്തൊരു ഗ്രൗണ്ടിലാണ് ഇവർ പന്തൽ കെട്ട് സമ്മേളനം നടത്തുന്നത്. അപ്പം നാട്ടുകാർ അറിയുന്നില്ല, ഇവർ മാത്രമേ അറിയുന്നുള്ളൂ. അവരുടെ അതിഥി ഞാൻ മാത്രം. ഞാൻ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ സമരം നടത്തിയ വെറുതെയാണ്. നിങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തൂ. ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. സകല നേതാക്കളെ എത്തിക്കാം. തെരഞ്ഞെടുപ്പാണ്. ഞാൻ തിരിച്ചു പോന്നു. പിറ്റേ ദിവസം പ്രഖ്യാപിച്ചു സെക്രട്ടേറിയറ്റ് മാർച്ച് 5. ഞാൻ മാർച്ച് 4 വൈകുന്നേരം അമേരിക്കയ്ക്ക് പോരുക. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാനെല്ലാം സെറ്റ് ചെയ്യാം. ഞാനില്ല. അയ്യോ, ഷായൻ സാർ ഇല്ലെങ്കിൽ അത് നടക്കത്തില്ല, 4-ാം തീയതി ആക്കാം. അങ്ങനെ അവർ എൻ്റെ സൗകര്യാർത്ഥം 4-ാം തീയതിയിലേക്ക് മാറ്റുന്നു. ഞാൻ പിന്നെ ആ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടത് കാരണം ആവർത്തിക്കുന്നില്ല. എൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അന്ന് 4-ാം തീയതി രാത്രിയിൽ. അതിലെന്തെല്ലാം തടസ്സങ്ങളുണ്ടായെന്നും അവസാന നിമിഷം 25,000 നേഴ്സുമാർ തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തുമ്പോൾ പരിപാടി നടത്താൻ വേദിയില്ല. നിശാഗന്ധി ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് പൈസ അടച്ചു. ആരോഗ്യമന്ത്രി ഇടപെട്ടിട്ട് അത് റദ്ദ് ചെയ്തു. നേഴ്സുമാർ വരികയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് വരും, നമുക്ക് ഞാൻ പരിഹാരം ഉണ്ടാക്കാം. തലേ ദിവസത്തെ വിവരമാണ്. ഈ പരിപാടി നടക്കുന്നതിന് തലേ ദിവസമാണ് ഞാൻ മേയറുമായി സംസാരിച്ച് മാനവീയ വീഥി എന്ന് പറയുന്ന സാധാരണഗതിക്ക് ആർക്കും തുറന്നു കൊടുക്കാത്ത ചെറിയ പരിപാടികൾ സൈഡിൽ നടത്താനേ കൊടുക്കാറുള്ളൂ. ഈ മാനവീയ വീഥിയുടെ ഉടമസ്ഥൻ കോർപ്പറേഷനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ മേയറോട് പറഞ്ഞു, മേയറെ ഞാനത് ധൈര്യമായിട്ട് പൊക്ക് ബാക്കി നോക്കിക്കോളാം എന്ന് പറഞ്ഞു. 25,000 നേഴ്സുമാരെ അവിടെ അണിനിരത്തി. സകല നേതാക്കളും വന്നു. കേരളം നടുങ്ങി. ഇപ്പോഴിതാ ശമ്പള വർധനവും പ്രഖ്യാപിച്ചു. അതെൻ്റെ നേട്ടമാണോ? അല്ല, അതാ നേഴ്സുമാരുടെ നേട്ടമാണ്. അവരുടെ ഇച്ഛാശക്തിയാണ്, അവരുടെ നേതാക്കളുടെ ആത്മാർത്ഥതയാണ്. അവരുടെ കൂടെ ഞാൻ നിന്നു കൊടുത്തു.
അവരുടെ കൂടെ ഞാൻ നിന്നു കൊടുത്തു. ഈ പണിയാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിന്നു കൊടുക്കുക, സത്യത്തിനൊപ്പം നിന്നു കൊടുക്കുക. ആപത്തിലൂടെ പോകുമ്പോൾ നമ്മളെ സംരക്ഷിക്കാൻ ദൈവം ഓരോ സാഹചര്യം സൃഷ്ടിക്കും. അത് ദൈവത്തിന്റെ ജോലിയാ, എൻ്റെ ജോലിയല്ല. ആ ഉത്തരവാദിത്വത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? വെറുമൊരു മാധ്യമ പ്രവർത്തകനായ എന്നെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ലോകത്ത് മുഴുവൻ ഉണ്ടായി വരുന്നു. ഷൈനി വിൽസനെ പോലെ 2 പതിറ്റാണ്ട് കഷ്ടപ്പെട്ടിട്ടല്ല, മറ്റു പലരെയും മമ്മൂട്ടിയെ പോലെയോ മോഹൻലാലിനെ പോലെയോ സിനിമാ താരമായിട്ടല്ല, ഷാജൻ സ്കറിയ എന്ന വ്യക്തിയല്ല, എൻ്റെ രൂപമല്ല, എൻ്റെ നാവല്ല. ഞാൻ പറയുന്നത് സത്യമാണെന്നും ഇങ്ങനെ പറയാൻ ധൈര്യം വേണമെന്നും ഉത്തമ ബോധ്യമുള്ള, സത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വികാരമായി മാറാൻ കഴിയുന്നു. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പണിയാണ്, സുവിശേഷ പ്രവർത്തനമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് ബൈബിൾ പറയുന്നത് കൊണ്ടല്ല സുവിശേഷം പ്രസംഗിക്കുന്നത്. ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യൻ എങ്ങനെയാണോ ലോകത്ത് ജീവിക്കേണ്ടത് അങ്ങനെ ജീവിച്ചു കൊടുക്കുമ്പോഴാണ്. അതൊരു പക്ഷേ ഒരു മുസ്ലിമിന്റെ കണ്ണീരൊപ്പുന്നത് കൊണ്ടാവാം. ജീവിതത്തിൽ ആരും സഹായിക്കാനില്ലാത്ത മനുഷ്യരെ സഹായിക്കുമ്പോൾ, ആരോടും പറയാതെ ഒരാളുടെ, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മൾ ഈ CIT ചുമട്ട് തൊഴിലാളികൾ കുറ്റം പറയാറുണ്ട്, ഞാനൊക്കെ പറയാറുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാവോ, നമ്മുടെ നാട്ടിൻ പുറത്തെ അവരുടെ ശരിയല്ല, അവരുടെ പിടിവാശി, ഗുണ്ടായിസ് ഒക്കെ പ്രശ്നമാണ്. ആ ജോലിയെ നിരോധിക്കേണ്ട കാലം കഴിഞ്ഞു. കാരണം ഇന്ന് മെഷീനുണ്ട് സാധനം കയറ്റാനും ഇറക്കാനും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു അപകടം ഉണ്ടായാൽ, ഒരു വിഷയം ഉണ്ടായാൽ ആദ്യം ഓടിയെത്തുന്ന സഹായിക്കുന്നവരാ. കുഞ്ഞുങ്ങൾ വഴി മറികടക്കാൻ ചെല്ലുമ്പോൾ അപകടമുണ്ടാക്കാതെ കയ്യെ പിടിച്ച് മറത്തിവിടുന്ന ഇവരാ. ഇങ്ങനെ ഓരോ മനുഷ്യനും നിശബ്ദമായി ചെയ്തു തീർക്കേണ്ട ജോലിയാണ്. എൻ്റെയൊക്കെ വിദ്യാഭ്യാസ കാലത്ത് വഴിയെ നടന്നു പോകുമ്പോൾ ഒരു പബ്ലിക് ടാപ്പ് തുറന്നിരുന്നാൽ ഞാൻ അടച്ചു വെക്കുമായിരുന്നു. ആലപ്പുഴ പങ്കജാശക്കുറിപ്പ് എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യൻ ജീവിച്ചിരുന്നു, ഒരു ഗാന്ധിയനായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, നിങ്ങൾ ഈ ലോകത്തിന്റെ മുഴുവൻ ഇരുട്ട് മാറ്റാൻ ശ്രമിക്കരുത്, സാധ്യമല്ല. പക്ഷെ നിങ്ങൾക്കൊരു മുറിയിലെ ഇരുട്ട് മാറ്റാൻ കഴിയും. ഒരു മെഴുകുതിരി ഒരു മുറിയിൽ കത്തിച്ചു വെച്ചാൽ ആ മുറിയിലെ ഇരുട്ടുമായും. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ദൗത്യമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത്, ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത. ഞാനിപ്പോൾ പത്രപ്രവർത്തകനായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഞാനൊരു മേസ്ത്രി പണിക്കാരനായിരുന്നെങ്കിൽ ഞാൻ ആ പണി നല്ല ഭംഗിയായി ചെയ്ത് കൃത്യമായി എങ്ങനെയാണോ ഒരു മേസ്ത്രി പണി എടുക്കേണ്ടത് അങ്ങനെ എടുക്കുമായിരുന്നു. 10ാം ക്ലാസ് 15ാമത്തെ വയസ്സിൽ 10ാം ക്ലാസ് കഴിയുന്നു. ഞങ്ങൾ സാധാരണ ഇടത്തരം കുടുംബത്തിലുള്ള വലിയ കുടുംബത്തിൽ, ഇടത്തരം കുടുംബത്തിൽ നിന്നുള്ള 2 ഏക്കർ ഭൂമി മാത്രമുള്ള 7 മക്കളുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ഏറ്റവും മൂത്ത സഹോദരി കന്യാസ്ത്രീയായി, എൻ്റെ 2ാമത്തെ ചേട്ടൻ അച്ഛനായി. സാധാരണഗതിക്ക് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ആദ്യത്തെ 2 പേരാണ് ജോലിയൊക്കെ സംഘടിപ്പിച്ച് കുടുംബത്തിന് സമ്പത്തുണ്ടാക്കി കൊടുക്കുന്നത്. അവർ 2 പേരും പള്ളിയിൽ അച്ഛനും കന്യാസ്ത്രീയായി പോയി. അപ്പോൾ സാധാരണ കുടുംബം മുമ്പോട്ട് പോകുമ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു, എൻ്റെ അപ്പൻ്റെ പണം കൊണ്ട് ഞാൻ പഠിക്കുന്നില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ പഠനം നിർത്താൻ തീരുമാനിച്ചു. സ്വാഭാവികമായും കുടുംബങ്ങളിൽ ലഹള ഉണ്ടാവണം. എൻ്റെ അപ്പന് ഹാപ്പിയായി, കാരണം അപ്പന് പറമ്പിൽ പണിയാനൊക്കെ ഒരാളെങ്കിലും ഉണ്ട്. എല്ലാവരും ഒന്നാൾ അച്ഛനും കന്യാസ്ത്രീയും, ബാക്കി എല്ലാവരും പഠിക്കുന്നു. മൂത്ത ആൾ എല്ലാവരും എല്ലാവരും അത്യാവശ്യം പഠിക്കുന്നവരാ. അപ്പന് ഹാപ്പിയായി. ചേട്ടൻ അച്ഛനാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടൻ പറഞ്ഞടാ, പഠനം പൂർണ്ണമായും നിർത്തണ്ട, പക്ഷെ നീ പണിയെടുത്ത് കാശുണ്ടാക്കി പഠിക്കുന്നത് നല്ലതാ. ചേട്ടൻ്റെ പിന്തുണ. ഞാൻ ഒരു വർഷം 15ാമത്തെ വയസ്സിൽ ഒരു വർഷം എനിക്ക് വീട്ടിൽ അത്ര ദാരിദ്ര്യമായതുകൊണ്ടല്ല, എൻ്റെ അപ്പൻ്റെ പണം കൊണ്ട് പഠിക്കേണ്ടതെന്നോർത്തുകൊണ്ട് 15ാമത്തെ വയസ്സിൽ ഒരു വർഷം പഠനം വേണ്ടെന്ന് വെച്ച് പ്രീ ഡിഗ്രിക്ക് പോകണം വേണ്ടെന്ന് വെച്ച് ഞാൻ കൂലിപ്പണിക്ക് പോന്നു. അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള തട്ടാൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാളുടെ പറമ്പിലെ റബ്ബറിൻ്റെ ചുവട് തെളിച്ചും ചാണകം ചുമന്നുകൊണ്ട് ഇട്ടാണ് ഞാൻ ആദ്യം പണിക്ക് പോകുന്നത്. 20 രൂപയാണ് അന്നത്തെ ഒരു ദിവസത്തെ പണിക്കൂലി. എനിക്ക് മാത്രം, എല്ലാവരുടെയും. ഒരു മഞ്ഞ നോട്ട്, അന്നത്തെ ഒരു മഞ്ഞ മിക്സ് ആയിട്ട്, ഒരു മഞ്ഞയും ചുമലയും മിക്സ് ആയിട്ട് നോട്ടുണ്ട് 20 രൂപയുടെ. ആദ്യം എൻ്റെ കയ്യിലേക്ക് വെള്ളം തരാം.
ഞാൻ അവസാനിപ്പിക്കാം, വേഗം അവസാനിപ്പിക്കാം. താങ്ക് യു. ആ 20 രൂപ നോട്ട് എൻ്റെ കൈ കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതിലും വലിയ സന്തോഷം ജീവിതത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു കൊല്ലം പണിയെടുത്തു. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ, നമ്മുടെ നാട് 87 1987 87 ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ പലരും ഞാൻ കണ്ടു, അന്ന് മാത്രമായിരുന്നു SSC എന്ന് പറയുന്ന പരീക്ഷ. SSLC എല്ല് വെട്ടി SSC ആയിരുന്നു. TN ജേക്കബ് ആയിരുന്നു മന്ത്രി. ഈ ഒരു വർഷം ഞാൻ പണിയെടുക്കുന്നു, ആവശ്യത്തിലധികം പണം എനിക്ക് കിട്ടുന്നു. ഈ പണം കൊണ്ടാണ് ഞാൻ പഠിക്കുന്നത് പിന്നീട്. പക്ഷെ അപ്പോൾ ഒരു കുഴപ്പമുണ്ടായി. അപ്പം ഞാൻ പല പല തൊഴിൽ മേഖലകൾ വെട്ടി തുറന്നു. പമ്പയാറിൻ്റെ തീരത്താണ് എൻ്റെ വീട്. സോറി കേട്ടോ, നീട്ടിപ്പോകുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ. പമ്പയാറിൻ്റെ തീരത്താണ് എൻ്റെ വീട്. ഇഷ്ടംപോലെ മണൽ വന്ന് അടിയുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ 1-2 കൂട്ടുകാരെ കൂടെ കൂട്ടി. അപ്പോൾ എല്ലാവരും ദുരഭിമാനികളാണ്. ഞാൻ ഇറങ്ങാൻ തുടങ്ങിയതോടുകൂടി അവർ ദുരഭിമാനം കഴിഞ്ഞ് എന്നോട് ഇറങ്ങി. മണൽ പോയി ഞങ്ങൾ തലച്ചോമ്പടായി സ്കൂളിൻ്റെ മുറ്റത്ത് കൊണ്ടിട്ട് ഞങ്ങൾ ലോറി പിടിച്ചെടുത്തുകൊണ്ട് വീടുകൾ കൊടുക്കും. ഒരു ബിസിനസ്. അതിന് ലൈസൻസ് ഒന്നും വേണ്ട, കാരണം മണൽക്കടവില്ല. പക്ഷെ പിന്നീടുണ്ടായ ദുരന്തം രണ്ടാണ്. അത് പിന്നെ മണൽക്കടവായി മാറി. അതെല്ലാം തുറന്ന് വഴിയുണ്ടാക്കി ആളുകൾ അത് മൊത്തം കൊരിക്കൊണ്ട് പോകാൻ തുടങ്ങി. പിന്നീട് ആ പുഴയെ ബാധിച്ചു. എന്നിട്ട് പിന്നെ മറ്റൊരു കുഴപ്പം കൂടി ഉണ്ടായി. ഒരു വർഷം ജോലി ചെയ്ത് ആവശ്യത്തിന് കാശ് എനിക്ക് പഠിക്കാനുണ്ട്. പക്ഷേ നാട്ടിലൊരു എസ്റ്റാബ്ലിഷ്ഡ് കൂലിപ്പണിക്കാരനായതോടുകൂടി ഈ ജോലിയോടുള്ള കൂറുപേക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും പണിക്ക് പോകേണ്ടി വരും. കാരണം ആളുകൾ വീട്ടിൽ വന്ന് ക്യൂ നിൽക്കും. അല്ല, അവരുടെ കുരുമുളക് പറിക്കണം, കുരുമുളക് പഴുത്തു പോകും, കാപ്പിക്കുരു പഴുത്തു പോകും. നമ്മൾ കമ്മിറ്റ്മെന്റ് ഇല്ലേ, ആവശ്യമില്ലാതെ പണിയെടുക്കേണ്ടി വന്നു. അപ്പൊ ഇത് പറയാൻ എനിക്ക് മടിയില്ല. ഞാൻ പട്ടിണിക്കാരനായതുകൊണ്ട്, എൻ്റെ അപ്പനെ പഠിപ്പിക്കാൻ പണമില്ലാത്തത് കൊണ്ടല്ല, നേരെ മറിച്ച് എൻ്റെ വിയർപ്പിന്റെ മണം കൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കണമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. എത്രയോ അതിനുശേഷം ഞാൻ ഡിഗ്രി പഠനത്തിന് ശേഷം ഞാൻ 1 വർഷം രാജ്യം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞു. 1 വർഷം നർമ്മദാ സമരത്തിന്റെ ഭാഗമായി ആദിവാസികൾക്കൊപ്പം ജീവിച്ചിട്ടുണ്ട്. ഞാൻ എവിടെയെല്ലാം പോയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. അങ്ങനെ ജീവിതത്തെ എല്ലാ കഠിന വഴികളിലൂടെയും കടന്ന് ഷൈനിയുടെ സുഹൃത്ത് ബോബി അലോഷ്യസിനെ പരിചയപ്പെട്ട് പ്രേമിച്ച് കല്യാണം കഴിക്കുമ്പോഴാണ് ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകുന്നത്. അപ്പോഴും ഞാൻ ദീപിക ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലും പ്രേമം കാരണം തൊട്ട് അല്ലെ കയറത്തില്ലായിരുന്നു. എനിക്കൊരു പത്രത്തിൽ പോയി ജോലി ചെയ്യാൻ മടിയായിരുന്നു. ബോബിക്ക് അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നുമില്ല, ജോലിയുണ്ട്, കസ്റ്റംസിലെ ഓഫീസറാണ്. എന്നാലും വീട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു ജോലി. അങ്ങനെയാണ് ഞാൻ പിന്നെ ദീപിക ജോലിക്ക് കയറുന്നത്. ആ സമയത്തൊക്കെ ഞാൻ എഴുതും. ഞാൻ ധാരാളം 93 മുതൽ ഞാൻ ഫ്രീലാൻസർ എന്ന നിലയിൽ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. അന്ന് ഇവരുടെയൊക്കെ അഭിമുഖങ്ങൾ ആ സമയത്ത് ദീപികയ്ക്ക് മുമ്പ് എടുത്തിട്ടുണ്ടല്ലേ. ഷൈനി ചേച്ചിയുടെ ഒക്കെ അഭിമുഖങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് ആ സമയത്ത്. 94, 95 കാലയളവിൽ. അങ്ങനെ ബോബിയെ പരിചയപ്പെടുന്നു. അത് കഴിഞ്ഞ് ദീപിക ജോലി ചെയ്യുമ്പോൾ വീണ്ടും ആ ജോലി ഇട്ടിട്ട് പറയാൻ ധൈര്യം കാണിച്ചു. എന്തുകൊണ്ടാണ്? നമ്മൾ ചെയ്യുന്ന പണി ആത്മാർത്ഥമായി ചെയ്താൽ എനിക്ക് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി സത്യസന്ധമായി ആത്മാർത്ഥമായി കഠിന പ്രയത്നത്തോടെ ചെയ്താൽ ഒരു മനുഷ്യനും ജീവിതത്തിൽ പരാജയപ്പെടില്ല. ഒരു മനുഷ്യനും പരാജയപ്പെടില്ല. ദൈവം ആരോഗ്യം കൂടെ തരണം. ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ ജോലിയില്ലെന്നോ പണമില്ലെന്നോ പറഞ്ഞ് എനിക്ക് വിഷമവും സഹതാവുമാണ്. അങ്ങനെയൊന്നും ഇല്ല ഈ ലോകത്ത്. നിങ്ങൾക്ക് ആരോഗ്യം, ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമാണ്. ആരോഗ്യം ശ്രദ്ധിക്കണം എല്ലാവരും. മദ്യപിക്കാം, പക്ഷെ ആരോഗ്യം ശ്രദ്ധിക്കണം. ആരോഗ്യമുണ്ടെങ്കിൽ ഒരു മനുഷ്യനും പട്ടിണി കിടക്കില്ല. ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ, ദൈനത്തിന്റെ കഥ കേൾക്കുന്നുണ്ടെങ്കിൽ ആരോഗ്യമുള്ളവനാണ്, മടിയനായതുകൊണ്ടാണ്. അത് ജീവിതത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇപ്പം ഞാൻ ഈ പത്രപ്രവർത്തനത്തിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വിദേശത്ത് പോകുന്നു. UK ഒരു 6-7 വർഷം ആവശ്യത്തിന് പണിയെടുത്ത്. അത് എൻ്റെ ജോലി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാൻ പറ്റുന്നത്. ഞാൻ ഇംഗ്ലണ്ടിൽ പണിയെടുക്കുമ്പോൾ 12 മണിക്കൂർ ഒരു ദിവസം ജോലി, മാസത്തിൽ ഒരു അവധി. ഇത്രയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എന്നുവെച്ചാൽ എനിക്ക് എത്രയും വേഗം എൻ്റെ ഈ പണം സമ്പാദിച്ച് എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും ജീവിക്കാൻ ഉറപ്പാക്കിയതിന് ശേഷം എനിക്ക് ഈ വിപ്ലവം തുടങ്ങണം. ഞാൻ ഈ 2008 മറുനാടൻ മലയാളിയും ബ്രിട്ടീഷ് മലയാളമൊക്കെ തുടങ്ങുന്നത്.
അപ്പോൾ എൻ്റെ ധൈര്യം എന്താണെന്നറിയാമോ? എൻ്റെ ഈ പണി നിന്ന് പോയാലും ഞാൻ ജയിലിലായാലും എൻ്റെ ഭാര്യയ്ക്കും പിള്ളേർക്കൊന്നും പറ്റത്തില്ല, കാരണം അത്യാവശ്യം ജീവിക്കാൻ വരുമാനം ഉണ്ടാക്കി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒരൊറ്റ സന്ദേശം എനിക്ക് നൽകാനുള്ളത്, സത്യത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് വില കൊടുത്താൽ ദൈവം നമ്മളെ സംരക്ഷിക്കും, പ്രകൃതി നമ്മളെ സംരക്ഷിക്കും, നമുക്കൊരു നല്ല മനുഷ്യനായി ജീവിക്കാൻ പറ്റും. ഇനിയും ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാവും. വാശി, ഇപ്പം അമേരിക്കയിലേക്ക് വരണം ഒന്ന് വാശിയായിരുന്നു. കാരണം ബ്ലസൻ അന്ന് എനിക്ക് വേണ്ടി വലിയ തോതിൽ ശബ്ദം ഉയർത്തുകയാണ്. ബ്ലസൻ അന്നൊരു അവാർഡ് പ്രഖ്യാപിക്കുന്നു. അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് ഈ അവാർഡ് മേടിച്ചേക്കാം, അമേരിക്കയ്ക്ക് പോയേക്കാം. പക്ഷെ നിർഭാഗ്യവശാൽ ആ ഒരു ഡേറ്റിൽ എത്താൻ പറ്റിയില്ല. അതിലെത്താൻ നിങ്ങളാരും പറഞ്ഞ മാതിരി വിസ നിഷേധിച്ചിട്ടൊന്നുമല്ല, അതിന് ചില സാങ്കേതിക പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും വലിയ ചില വ്യക്തികൾക്ക് സ്വാധീനങ്ങളുണ്ട്. അവർ ചിരിച്ചുകൊണ്ട് നമ്മളോട് സ്നേഹം കാണിച്ചുകൊണ്ട് പലപ്പോഴും നമുക്കൊരു പണി തരും. അന്ന് എനിക്ക് വിസ പ്രോസസ്സ് ചെയ്യേണ്ട ആൾക്ക് അങ്ങനെ ഒരു പ്രത്യേക വാത്സല്യം എന്നോടുണ്ടായിരുന്നു. ഞാൻ ഈ ബ്ലസനോടൊക്കെ പറഞ്ഞതാണ്, അവരെല്ലാവർക്കും നല്ലത് ചെയ്യുന്ന വലിയ മനുഷ്യരാണിക്കും, പക്ഷേ എന്നോട് ഇന്ന കാരണങ്ങളാൽ ഉള്ളിലൊരു പിണക്കമുണ്ട്. അയാൾക്ക് എന്നോട് പിണക്കമില്ല, എന്നോട് സ്നേഹമാണ്. അയാളുടെ ഒരു ബോസ് എന്നോട് പിണക്കമുള്ള ആളാ കാരണം അങ്ങനെ എൻ്റെ വിസ നിഷേധിച്ചതാണ്. വിസ അപേക്ഷ കൊടുത്തിട്ടില്ല, കൊടുത്തു. എനിക്ക് കേസുള്ളത് കാരണം എനിക്ക് മാത്രം അടിയന്തരമായിട്ട് കിട്ടത്തില്ല എന്നാണ് ഇവരോട് പറഞ്ഞത്. അവസാനം പറഞ്ഞു അമേരിക്കൻ വിസയ്ക്ക് 1.5 കൊല്ലത്തെ താമസം എടുക്കും, 2024 സെപ്റ്റംബറിൽ കിട്ടും. 24 സെപ്റ്റംബറിൽ എനിക്കൊരു ഇമെയിൽ, എങ്ങനെ വന്നതെന്നറിയില്ല, അവരാണ് ചെയ്തിരിക്കുന്നത്. എനിക്കൊരു ഇമെയിൽ അമേരിക്കൻ എംബസിയിൽ നിന്ന് വന്നു, നിങ്ങൾ നിങ്ങളുടെ ഇന്റർവ്യൂ റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. ഏതെ? ഞാൻ റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ റീഷെഡ്യൂൾ ചെയ്ത് കളിക്കുവരും ഇത്രയും കാലം. അമേരിക്കൻ എംബസിയെ കുറ്റം വന്നിട്ട് കാര്യമില്ല, ഇന്റർവ്യൂവിൻ്റെ സമയം എൻ്റെ ഷെഡ്യൂള് ഇവർ മാറ്റും. എന്നിട്ട് ഒരുപാട് നൂലാമാലകളും കോടതിയൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് വിസയൊക്കെ പാസ്പോർട്ടൊക്കെ കൈ കിട്ടിയൊരു കാലം പെടുമ്പോൾ ഞാൻ ബ്ലസനെ വിളിക്കുന്നു. ബ്ലസൻ, പണ്ടത്തെ ഒരു പ്രോമിസ് ബാക്കി കിടപ്പുണ്ട്. അന്ന് നിങ്ങൾ എന്നെ ഒരുപക്ഷെ ഇവിടേക്ക് ടിക്കറ്റ് നൽകി സ്വീകരിച്ചു കൊണ്ടുവന്ന് ആദരിക്കാൻ തീരുമാനിച്ചു. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ പദ്ധതിയില്ലെങ്കിൽ എനിക്ക് വരണം. നിങ്ങൾ എനിക്ക് വിസയ്ക്കുള്ള ലെറ്റർ സംഘടിപ്പിച്ചു തരൂ. ജിൻസ്മോൻ സക്രിയ, എനിക്ക് അദ്ദേഹത്തെ ഇംഗ്ലണ്ട് മുതൽ അറിയാം. അന്ന് അക്ഷരം എന്ന് പേരൊരു മാസിക ഇംഗ്ലണ്ടിൽ നടത്തിയിരുന്നു. ഇപ്പം ബ്ലസനും ജിൻസ്മോനുമായി സംസാരിച്ചു, ഒരു പരിപാടി എനിക്ക് വേണ്ടി നടത്താൻ തീരുമാനിച്ചു. ഈ പരിപാടി അങ്ങനെ കത്ത് തന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ ആരും വിസ എടുക്കണ്ട, ഞാൻ എടുത്തോളാം. ഞാൻ സാന്റാമോണിക്കയിലെ ഡെന്നിയെ വിളിച്ചു, വിസയ്ക്ക് അപേക്ഷ കൊടുത്തു. 5-ാം ദിവസം അപ്പോയിൻമെൻറ്റ് കിട്ടി. പലരും പറഞ്ഞത് വലിയ കുഴപ്പമാണ്. ഞാൻ വിസയ്ക്ക് വേണ്ടി പോകുമ്പോൾ എൻ്റെ കമ്പനിയുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് 6 മാസത്തെ, എൻ്റെ പേഴ്സണൽ ബാങ്ക് 6 മാസത്തെ ശുപാർശ കത്ത്, അത് ഇതെല്ലാമായിട്ട് ഞാനെല്ലാം ഫയൽ ചെയ്ത് പോവുക. ഇൻ്റർവ്യൂ ചെല്ലുമ്പം ആ ഇൻ്റർവ്യൂ ഓഫീസിൽ ഇരിക്കുന്ന അവരെ എൻ്റെ വലിയ ഫയലുണ്ട്, ഉള്ളി പാസ്പോർട്ട്. എന്നോട് ഉള്ളി പാസ്പോർട്ട്. ഞാൻ പാസ്പോർട്ട് കൊടുത്തു. എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു ഹൂസ്റ്റൺ. എന്നാ പരിപാടി? ഞാൻ പറഞ്ഞു ശരി, അപ്രൂവ്ഡ്. അത് അമേരിക്കൻ എംബസി ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെ എന്നോടുള്ള വാത്സല്യം കൊണ്ട് ചെയ്തതിൽ അവരെന്നെ കുറിച്ച് അന്വേഷിക്കാനുള്ള സംവിധാനം അവർക്കുണ്ട്. ഞാൻ ആരാണ്, എന്താണ് പറഞ്ഞത്, ഇപ്പം സോഷ്യൽ മീഡിയ പോസ്റ്റ് പോലും പരിശോധിക്കും. അപ്പം ഞാൻ ആരാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഇൻ്റർവ്യൂ എടുത്തു. എനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പം 10 വർഷത്തെ വിസ കിട്ടി. ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു, പരിപാടി നടത്താൻ പറഞ്ഞു, തീരുമാനിച്ചപ്പം ബ്ലസം പറഞ്ഞു ആളുകൾക്ക് വിശ്വാസമില്ല. 1 ഷാജൻ നേരത്തെ വരുമെന്ന് പറഞ്ഞ് പറ്റിച്ചു. 2 ഷാജന് 131 കേസുണ്ട്, എല്ലാ ആഴ്ചയിലും പോലീസ് സ്റ്റേഷനിൽ ഒപ്പുവെക്കാൻ പോകണമെന്നുണ്ട്, വരുമെന്ന കാര്യത്തിൽ വിശ്വാസമില്ല. 3 ഗൾഫിൽ യുദ്ധം പൊട്ടി പുറപ്പെട്ടിരിക്കുന്നു, വരത്തില്ല. അവസാനം ഞാൻ പറഞ്ഞു ഞാൻ വരും. എക്കാലത്തും എനിക്ക് അങ്ങനെ ഒരു വാശിയുണ്ട്. ഒരു തീരുമാനം എടുത്താൽ എന്ത് ചലഞ്ച് ഉണ്ടെങ്കിലും അത് നടപ്പിലാക്കണം. ഇപ്പം ഗൾഫിലൂടെ വരാൻ പറ്റത്തില്ല, വേണ്ട, നമ്മൾ ലണ്ടനിലൂടെ വന്നു, അല്ലെ ഫ്രാൻസിലൂടെ വരാം. എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, എനിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ദീപിക ജോലിയിൽ കയറുന്നത്. ബോബി എന്നോട് പറഞ്ഞു ഒരു കല്യാണ സമയം മാത്രം ഉണ്ടായാൽ മതി, അത് കഴിഞ്ഞ് രാജിവെച്ചോളാം പറഞ്ഞു. അപ്പം ഞാൻ ദീപിക ചെന്ന് ചീഫ് എഡിറ്ററെ കണ്ടു. ഒരുപാട് ലേഖനങ്ങൾ ഞാൻ സകലത്തിൽ എഴുതിയിട്ടുണ്ട്. അല്ല എല്ലാവരും അടുത്തു പോകുക, ഇപ്പം നിർത്തുന്നു. ഈ ലേഖനമൊക്കെ വായിച്ചിട്ട് ചീഫ് എഡിറ്റർ പറഞ്ഞു എടുക്കാം, ജോലിക്ക് എടുക്കാം. എന്നോട് വരാൻ പറഞ്ഞ ദിവസം ഹർത്താലാണ്. സാധാരണ നമ്മൾ എന്ത് ചെയ്യും, മാറ്റിവെക്കാൻ പറയും. ഞാൻ പക്ഷെ വരാൻ പറഞ്ഞ ദിവസം ചെല്ലാൻ തീരുമാനിച്ചു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ആരുടെയൊക്കെ സഹായത്തിൽ എരുമേലി വരെ എത്തി. എരുമേലി പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പോലീസ് സ്റ്റേഷനിൽ ഞാൻ അവിടുത്തെ SI കണ്ടിട്ട് പറഞ്ഞു എനിക്ക് അടിയന്തരമായി പോകേണ്ടതുണ്ട്, ഏതെങ്കിലും ഒരു വണ്ടി തടഞ്ഞ് എന്നെ കയറ്റിവിടണമെന്ന് പറഞ്ഞു. SI ഒരു പോലീസുകാരനെ വിട്ടു. എരുമേലിൽ നിന്ന് പൊൻകുന്നം വരെ അതിലേ പോയ ഏതോ അയ്യപ്പ തീർത്ഥാടകരുടെ വണ്ടി തടഞ്ഞു നിർത്തി എന്നെ കയറ്റിവിട്ടു.
പൊൻകുന്നം പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അവിടുന്ന് ഒരു പോലീസുകാരുടെ സഹായത്തോടു കൂടി അവിടുന്ന് കോട്ടയത്തിന് പോയൊരു വണ്ടിയെ ഞാൻ കയറി. ഞാൻ സമയത്ത് തന്നെ ചെന്നു. എന്നോട് പറഞ്ഞു, ഇന്ന് എങ്ങനെ വന്നു? ഈ അമേരിക്കയിൽ ജോലി ചെയ്തൊരു അച്ഛനാ, പന്തപ്പളാൻ തൊട്ടി, ജോസ് പന്തപ്പളാൻ തൊട്ടി. ഇന്ന് എങ്ങനെ വന്നു? ഞാൻ പറഞ്ഞു, ഇങ്ങനെ. ശരി, നിന്നെ ഇന്റർവ്യൂ ഒന്നും എടുക്കുന്നില്ല, നിന്നെ ജോലിക്ക് എടുത്തിരിക്കുന്നു പറഞ്ഞു. എങ്ങനെ ആ ജോലി കിട്ടിയെന്നറിയോ? ഞാൻ ഹർത്താൽ ദിവസം അവിടെ ചെന്നു. കൊള്ളാം. എനിവേ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. എൻ്റെ സന്ദേശം ഇതാണ്: നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം കൊണ്ട് ഈ സമൂഹത്തിന് സന്ദേശവാഹകരാവണം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ചെയ്യുന്ന ജോലി സത്യസന്ധമായി ആത്മാർത്ഥമായി ചെയ്യുന്നതാണ്. അതിന് നമുക്കൊക്കെ ഒരുമിച്ച് നിൽക്കാം. ഈ സത്യത്തിൻ്റെ പ്രഘോഷണത്തിന് ദീർഘായുസ്സും എല്ലാം എനിക്ക് ദൈവം നൽകാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും നന്ദി. എന്നെ വിളിച്ചതിന്. ഇത്രയും ദീർഘമായി സംസാരിക്കും ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഇങ്ങനെ സംഭവിച്ചു പോയതാണ്. ബോറടിപ്പിച്ചെങ്കിൽ ക്ഷമിക്കണം. ജയ് ഹിന്ദ്.